ഒന്നിച്ച് എഴുന്നേറ്റ് നിന്ന് ഒരു ഗാനം കൂടെ ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവരുടെ ദൈവകൃപയിൽ ഞാൻ അവൻ വഴികൾ
സന്തോഷിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ തക്കവണ്ണമായി രാത്രികാലം ജീവിക്കാനാണെങ്കിൽ ദൈവം നമ്മെ വിളിക്കേണ്ട യാതൊരു ആവശ്യമുണ്ടായിരുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ദൈവത്തിന്റെ ഹിതം ചെയ്യുവാൻ അവൻ നമ്മെല്ലാം വിളിച്ച് വേർതിരിച്ച് ആമേൻ അവന്റെ മക്കളാക്കി അവകാശികളാക്കി നമ്മെ തീർത്തിരിക്കുമ്പോൾ ആമേൻ നമ്മുടെ എല്ലാ ദിവസത്തെയും പ്രാർത്ഥന, ഓരോ ദിവസത്തെയും പ്രാർത്ഥന അതായിരിക്കട്ടെ. ദാവീദ് പ്രാർത്ഥിച്ച പോലെ 141 സംഘത്തെ 10-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന പോലെ, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ, ദൈവത്തിന്റെ നല്ല ആത്മാവ് എന്നെ നേരായ പാതയിൽ നടത്തണമേ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നമ്മളെല്ലാം വഴിതെറ്റി പോകാൻ സാധ്യതയുള്ള ലോകത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. എന്നാൽ ദൈവത്തിന് മാത്രമേ നമ്മളെ നേരായ പാതയിൽ ദൈവം നമ്മുടെ കരം പിടിച്ച് നടത്തട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. അവിടുത്തെ ഇഷ്ടം ചെയ്യുവാൻ അവൻ നമ്മെ പഠിപ്പിക്കുമാറാകട്ടെ. സ്തോത്രം. എന്റെ രാത്രികാലം നമ്മൾ ദൈവത്തിലായിരിക്കുമ്പോൾ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിലായിരിക്കാം. ആമേൻ. നമ്മുടെ ദൈവം ഇന്ന് രാത്രികാലം സംസാരിക്കുവാൻ, രാവിലെ നമ്മോട് സംസാരിച്ച ദൈവത്തിന്റെ അതേ ആത്മാവ് ഈ രാത്രികാലം നമ്മോട് വ്യക്തമായി ഇടപെടുവാൻ തക്കവണ്ണമായി വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ദൈവത്തിന്റെ ആത്മാവ് പ്രേരിപ്പിക്കുന്ന ഒരു സഹോദരിക്കും ഒരു സഹോദരനും ആമേൻ ആമേൻ രാത്രികാലത്തെ ആമേൻ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. ആത്മാവോടുകൂടെ കർത്താവിന്റെ സന്നിധാനത്തിൽ ഒരു പ്രാവശ്യം കൂടെ ചേർന്ന് വരുവാൻ തക്കണം കർത്താവ് സഹായിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, ഇത്രത്തോളം നടത്തിയല്ലോ പാ, ഇത്രത്തോളം വഴി നടത്തിയല്ലോ പാ. സ്തോത്രം, സ്തോത്രം. അപ്പച്ചന്റെ ഉപകാരങ്ങളും കർത്താവേ നന്മകളും ഓർത്താൽ കർത്താവേ
പ്രാർത്ഥിപ്പാനും ദൈവത്തിൻ്റെ വചനം കേൾപ്പാനും എല്ലാം ദൈവം നമ്മെ സഹായിച്ചു. വീണ്ടും ഈ രാത്രികാലം നാം ദൈവത്തിൻ്റെ പാദപീഠത്തിൽ കടന്നു വന്നിരിക്കുമ്പോൾ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണമെന്ന് വിശേഷാൽ ഓർപ്പിക്കുന്നു. ഇവിടെ കടന്നു വന്നപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വന്ന ഒന്ന് രണ്ട് വാക്യമാണ്. ആമേൻ. ഒന്ന് ഞാനിങ്ങനെ പറയുവാനിടയായി തീർന്നു. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. ഇത് രാവിലെ നമ്മൾ കേട്ടത് ദൈവത്തിൻ്റെ ഇഷ്ടത്തെക്കുറിച്ചാണ് നമ്മൾ കേട്ടത്. ഒരു രാജാവിനെ കൊട്ടാരത്തിൽ വസിക്കുന്ന ഒരു രാജാവ് ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്നപ്പോൾ ആമേൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ ഒന്ന് പഠിപ്പിക്കണമേ. നമ്മുടെ പ്രാർത്ഥന അതായിരിക്കട്ടെ. സ്തോത്രം. പ്രൈസ് ലോർഡ്. ആമേൻ. ഓരോ ദിവസവും ദൈവത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ നല്ല ആത്മാവ് എന്നെ നേരായ പാതയിൽ നടത്തുമാറാകണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമ്മൾ ഓരോ ദിവസം ആയിരിക്കുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിപ്പാൻ തക്കണം. ദൈവത്തിൻ്റെ വഴിയിൽ ദൈവത്തിന് ഇഷ്ടം ചെയ്യുവാൻ ദൈവം പഠിപ്പിക്കുന്ന ദൈവമാണ്. സ്തോത്രം. ആമേൻ. ഈ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ പത്രോസ് കടന്നു വന്നപ്പോൾ കൊർന്നല്യോസ് ഒരു കാര്യം പറഞ്ഞ് എന്നെ വളരെ ചിന്തിപ്പിക്കാനിടയായി തീർന്നു. നീ വന്നത് ഉപകാരം. സ്തോത്രം. ഞങ്ങളെല്ലാം ഇവിടെ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം നിന്നോട് കൽപ്പിച്ചത് കേൾപ്പാൻ ഞങ്ങൾ വന്നിരിക്കുക. സ്തോത്രം. ഇന്ന് പലക്കാലം ദൈവമക്കളെ നമ്മൾ എന്തിനാ വന്നിരിക്കുന്നത്? UK ഒരു പാസ്റ്റർ വന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾപ്പാൻ അല്ല ഞാൻ വന്നത്. സ്തോത്രം. ദൈവത്തിന് ഇന്ന് രാത്രികാലം നമ്മോട് ചിലത് ഇടപെടുവാനുണ്ട്. സ്തോത്രം. രാവിലെ നമ്മോട് സംസാരിച്ച ദൈവം ഈ രാത്രികാലം ആമേൻ ദൈവം എന്റെ ദാസനോട് കൽപ്പിച്ചതെല്ലാം കേൾപ്പാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ അവിടെ വായിക്കുന്നല്ലോ, അങ്ങനെ ഇരുന്നപ്പോൾ ആമേൻ എല്ലാവരുടെ മേലും ദൈവത്തിന്റെ ആത്മാവ് വന്ന് അവരെ നിറയ്ക്കുവാൻ തക്കവണ്ണം ഇടയായി തരുന്നെങ്കിൽ ഇന്ന് രാത്രികാലം ആമേൻ നമ്മളിപ്പോൾ പാടിയതുപോലെ ആമേൻ ജീവ ഉറവയിൽ നിന്ന് നമ്മുടെ ദാഹം തീർക്കുന്ന ദൈവത്തിന്റെ പാദപീഠത്തില് ദൈവത്തിന്റെ ശബ്ദം കേൾപ്പാനായി ദൈവത്തിന് ഇഷ്ടം ചെയ്യുവാനായി നമ്മൾ കടന്നു വന്നിരിക്കുന്നെങ്കിൽ ഈ രാത്രികാലം നമുക്ക് ആവശ്യമായ ദൈവത്തിന്റെ സ്വർഗീയമായ മന്ന നമ്മുടെ ജീവജലത്തിന്റെ ഉറവ നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ പകർന്ന് നമ്മെ നിറച്ച് ഇന്ന് രാത്രികാലം ദൈവം നമ്മെ ഭവനത്തിലേക്ക് അയക്കുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ കടന്നു വന്നവർ ഈ രാത്രികാലം ദൈവം അനുഗ്രഹിപ്പാൻ ദൈവശക്തനായ ദൈവമാണ്. ദൈവത്തിന് യാതൊരു വ്യത്യാസമില്ലെന്ന് ആമേൻ നമുക്ക് അറിയാമല്ലോ. പ്രൈസ് ലോർഡ്. യാതൊരു മുഖപക്ഷമില്ല. എന്നാൽ ദൈവസന്നിധിയിൽ ദാഹത്തോടെ ആരെല്ലാം കടന്നു വന്നിരിക്കുന്നുവോ അവരെല്ലാം നിറയ്ക്കുന്ന ദൈവം, കവിഞ്ഞൊഴുകുവാൻ തക്കവണ്ണമായി ഇടയാക്കുന്ന ദൈവത്തിന്റെ പാദപീഠത്തിൽ നമ്മൾ വന്നിരിക്കുന്നത്. ആകയാൽ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ തുടർന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ ദൈവം നമ്മോട് അരുളി ചെയ്ത് കേൾക്കുവാൻ ആഗ്രഹത്തോടെ ഒരുക്കത്തോടെ നമ്മളായിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസനെ ആമേൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു. പ്രൈസ് ലോർഡ്. സമയം ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്ന പോലെ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ലോർഡ്. ആകയാൽ കർത്താവ് സഹായിക്കട്ടെ. പാസ്റ്റർ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. രാവിലെ പാസ്റ്റർ പരിചയപ്പെടുത്തിയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കടന്നു പോകുന്നില്ല. പ്രൈസ് ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ. ആമേൻ. സന്തോഷമില്ലാത്തവരാണോ നമ്മൾ? സന്തോഷമുള്ളവരെല്ലാം കരങ്ങളെ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ആമേൻ. ഒരിക്കൽ കൂടി കർത്താവിന്റെ വചനവുമായി ആമേൻ നിങ്ങളുടെ മുമ്പാകെ നിൽപ്പാൻ സ്വർഗത്തിലെ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകിയ ഈ നല്ല സമയത്തിനായി നന്ദി പറയുന്നു. രാവിലെ നമ്മൾ അന്യോന്യം കണ്ടില്ല, എന്നാൽ ഇന്ന് രാത്രികാലം നമ്മൾ ഫേസ് ടു ഫേസ് കണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ, ആമേൻ കർത്താവിനെ ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ ഭൂമിയിൽ ഒരു ദിവസം കൂടി നമുക്ക് കർത്താവ് ആയുസ്സും ആരോഗ്യവും ആമേൻ കൃപയും തന്നത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേക ഈ സെക്ഷൻ ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ ആമേൻ, അതുപോലെ എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ആമേൻ പ്രിയ ടോമൻ, തൻ്റെ കുടുംബം, ആമേൻ പ്രിയ കർത്തദാസന്മാർ ഒത്തിരി പേര് എൻ്റെ മുമ്പാകെ ആയിരിക്കുന്നുണ്ടെന്ന് അറിയുവാൻ സാധിച്ചു. അവരെല്ലാവരെയും ഓർത്ത് കർത്താവിനെ വന്ദനം ചെയ്യുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. മുഖവുരകളൊന്നും കൂടാതെ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ചെറിയ ചിന്തയിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. മാത്യു ചാപ്റ്റർ 15 വേഴ്സസ് 28. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. ആമേൻ. ഈ ഭാഗത്തെ നമ്മൾ മൂന്നായിട്ട് തിരിക്കുവാൻ പോവുകയാണ്. ഒന്ന്, കർത്താവായ യേശു ക്രിസ്തു അവളോട് പറഞ്ഞ കാര്യം. ഒന്ന്,
സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്. 2, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. 3, ആ നാഴിക മുതൽ അവൾക്ക് സൗഖ്യം വന്നു. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇന്ന് രാവിലെ കാലവും നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിന്റെ 7-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ നിന്നാണ് ചിന്തിച്ചത്. അതേ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ കർത്താവ് ഇവിടെ പറയുകയാണ്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്. ഇത് ആരാ പറയുന്നത്? എല്ലാവരും ഇനി എന്നെ നോക്കിക്കേ, ഇനി ആരും ബൈബിളിൽ നോക്കണ്ട, നമുക്കെപ്പോഴും ഇനി അതിന്റെ താഴേക്കൊക്കെ വായിക്കുവാനായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷെ എല്ലാവരും എന്നെ ശ്രദ്ധിച്ചാട്ടെ. ഇത് ആരാ പറഞ്ഞത്? കർത്താവായ യേശു ക്രിസ്തു. ഞാൻ ഇങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തു ആ സ്ത്രീയോട് പറയുകയാണ്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്. എബ്രായ ലേഖനത്തിന്റെ ഭാഷക്കാരന്റെ വാക്ക് കടമെടുക്കുകയാണെങ്കിൽ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ദൈവം പറയുക, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്. ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ നോക്കി ഇങ്ങനെ ഒന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഭാഗ്യം ചെയ്തവരാണ് നമ്മൾ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതെന്ന് വിശ്വാസത്തിന്റെ നായകൻ, the leader of the faith, വിശ്വാസത്തിന്റെ നായകൻ നമ്മെ നോക്കി പറയുകയാണെങ്കിൽ, പ്രിയ അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം എത്രത്തോളം ധന്യമായി തീരും. Praise the Lord. ഇത് ആരോടാ പറഞ്ഞത്? കനാന്യ സ്ത്രീയോട്. നമുക്ക് ആ 21 മുതൽ താഴോട്ട് ഞാൻ തന്നെ വായിക്കും. യേശു അവിടെ വിട്ട് സോർ, സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. ആ ദേശത്ത് നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്ന് അവനോട്, ദാവീദ് പുത്ര, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എന്റെ മകൾക്ക് ഭൂതോപദ്രവം പിടിച്ച് കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. അവൻ അവളോട് ഒരു വാക്കും പറഞ്ഞില്ല. അവന്റെ ശിഷ്യന്മാർ അടുക്കൽ വന്ന്, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ടുവരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. അതിനവൻ, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആളുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ അവൾ വന്നു, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. നോക്കണമേ, കർത്താവായ യേശു ക്രിസ്തുവിനെ ഒരു കനാന്യ സ്ത്രീ വന്നിട്ട് പറയുക, കർത്താവേ, ദാവീദ് പുത്ര. അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, കനാന്യ സ്ത്രീ, അവർ ശപിക്കപ്പെട്ടവരാ. കനാൻ എന്ന് പറയുന്ന വർഗം, ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അവർ ശപിക്കപ്പെട്ടവരാണ്. നോഹയുടെ കാലത്ത് കനാൻ പുത്രനായ ഹാൻ, പിതാവായ ഹാം എന്ന് പറയുന്ന മനുഷ്യൻ നോഹയുടെ നഗ്നത കണ്ടപ്പോൾ അവനെ ശപിക്കപ്പെട്ട, ആ കുലത്തെ ശപിക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 25-ാമത്തെ വാക്യം താഴോട്ട് വായിക്കപ്പെടുമ്പോൾ നോഹ പറയുകയാണ്, കനാന്യനായ നീ ശപിക്കപ്പെട്ടവൻ. കണ്ടോ, അന്നു മുതൽ ഒരു ശപിക്കപ്പെട്ട വംശമായി ജീവിക്കുവാനായിട്ട് ജീവിതത്തിൽ ഒരു ഹതഭാഗ്യം സൃഷ്ടിച്ച ഒരു ജനതയുടെ ഒരു വ്യക്തി ദൈവവുമായിട്ടുള്ള എൻകൗണ്ടറിലേക്ക് അടുത്തു വന്നപ്പോൾ ആ ഒരു ജനതയുടെ ശാപത്തെ ദൈവം മാറ്റുന്നതായിട്ടാണ് കാണുവാൻ കഴിഞ്ഞത്. ശാപത്തിൽ അവൾ ജീവിച്ചപ്പോഴും അവൾ അവിടെ തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്. അവൾ വിളിച്ച ആ വിളി നമ്മളൊന്ന് ശ്രദ്ധിക്കണം. എന്താ പറയുന്നത്? കർത്താവേ, ദാവീദ് പുത്ര. കർത്താവെ എന്ന് വിളിച്ചപ്പോൾ അവൾ ഒരു കാര്യം കർത്താവിന് ഉറപ്പ് കൊടുക്കുക, നീയാണ് എന്നിൽ കർത്തൃത്വം നടത്തുന്നവൻ. യു ആർ മൈ റൂളർ. നമ്മൾ പലപ്പോഴും കർത്താവെ കർത്താവെ എന്നൊക്കെ വിളിക്കാറുണ്ട്. അർത്ഥം ഗ്രഹിച്ചിട്ടാണോ നമ്മൾ വിളിക്കുന്നത് എന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ എന്നാൽ ഇന്ന് പകൽക്കാലം കർത്താവെ എന്ന് വിളിച്ചപ്പോൾ അവൾ പറയുക, യു ആർ മൈ കിങ്, നീയാണ് എന്നിൽ കർത്തൃത്വം നടത്തുന്നവൾ. 2, ദാവീദ് പുത്ര. ദാവീദ് പുത്ര എന്ന് വിളിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ നീ ദാവീദിന്റെ കുലത്തിൽ നിന്ന് ജനിച്ച് നീയാണ് മടങ്ങി വരുന്ന രാജാവെന്ന് അവൾ വാഗൊണ്ട് ഏറ്റു പറയുകയാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റു പറയുന്ന ഏത് മനുഷ്യന്റെയും ജീവിതത്തിലേക്കും കർത്താവ് ഇറങ്ങി വരും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം
അക്ഷരാർത്ഥത്തിൽ അവളുടെ വിളിയിൽ കർത്താവ് തന്നെ അതിശയിച്ചു പോയി കാണും. അവൻ അവളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അത്ഭുതം നടക്കുവാനായിട്ട് ഏറ്റവും കാരണമായി തീർന്നത് ഈ ഒരു എൻകൗണ്ടർ. ഒരു കുലത്തിന്റെ ശാപം അവിടെ മാറ്റപ്പെടുക. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതിനെ മൂന്നായിട്ട് തിരിക്കുക. ഒന്ന്, സ്ത്രീയെ നിന്റെ വിശ്വാസം വലുത്. കണ്ടോ, ആരോടാ പറയുന്നത്? ശപിക്കപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗത്തോട്. രണ്ട്, കർത്താവ് പറയുകയാണ്, ആമേൻ, എന്താ പറയുന്നത്? നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. അവിടെ നമ്മൾ വായിച്ചു, ആമേൻ, കർത്താവ് ഒരു അക്ഷരവും ഇവളോട് മിണ്ടുന്നില്ല, അല്ലേ? ആമേൻ, നമ്മളത് ഈ ഭാഗമൊക്കെ ഒത്തിരി പ്രസംഗങ്ങളും കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ആമേൻ, കർത്താവ് അവളോട് മിണ്ടാത്തതിന്റെ കാര്യം ഈ ഒരു ന്യായപ്രമാണമാണ്. ഏത്? ശപിക്കപ്പെട്ട വർഗത്തോട്. യഹൂദന് അവൻ ഈ കനാന്യ വർഗത്തോട് യാതൊരു ബന്ധവുമില്ല. അവൻ യഹൂദന് ബന്ധമില്ലാത്ത അനേക കുലങ്ങളുണ്ട്. നമുക്ക് അവൻ ഒരു സ്ത്രീയെ കാണുവാനായിട്ട് സാധിക്കും, ശമരിയക്കാരിയായ സ്ത്രീ. കർത്താവും യഹൂദന്മാർക്ക് യാതൊരു ബന്ധവുമില്ലാത്ത വർഗം. അതുപോലെ തന്നെ രണ്ടാമത്തെ വർഗമാണ് കനാൻ എന്ന് പറയുന്ന ഈ വർഗം, കനാന്യ വർഗം. കാരണം അവർ ശപിക്കപ്പെട്ടവരാ. അവൻ അവരുമായിട്ട് യഹൂദന് യാതൊരു ബന്ധവുമില്ല. കണ്ടോ, അവൻ ഒരു ബന്ധവുമില്ലാത്തപ്പോഴും അവരുടെ ജീവിതത്തിന്റെ ആവശ്യത്തിൽ അത്രത്തോളം വലുതാകൊണ്ട് അവൾ വന്ന് ദൈവത്തിന്റെ അടുക്കൽ അവൻ കേണപേക്ഷിക്കുക. കർത്താവേ, ദാവീദ് പുത്ര, എന്നോടൊന്ന് കരുണ തോന്നണമേ. ഞാൻ കടന്നു പോകുന്ന വിഷയം, ഞാൻ കടന്നു പോകുന്ന സാഹചര്യം മറ്റാർക്കും അറിയത്തില്ല. അവൻ അത് എനിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് അവൾ എന്ത് ചെയ്യുവാൻ തയ്യാറല്ല. അവൾ ഒരിക്കലും കർത്താവിനെ വിടുവാൻ തയ്യാറല്ല. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിലെ വിഷമങ്ങൾ ഏതൊക്കെയായിക്കോട്ടെ, ഭാരങ്ങൾ ഏതൊക്കെയായിക്കോട്ടെ, നിങ്ങളുടെ സാഹചര്യങ്ങൾ എന്തുമായിക്കോട്ടെ, ഇന്ന് പകൽക്കാലം കേട്ടതുപോലെ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് അടുത്തിയെന്ന ആ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ നോക്കാതെ, നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ നോക്കാതെ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് വിധേയപ്പെടുത്തുന്നുവെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുകയാണ്, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് അവൻ ദൈവം നമ്മോട് സംസാരിക്കുന്നു. Praise the Lord. Praise the Lord. Praise the Lord. ഒരിക്കൽ മാർട്ടിൻ ലൂതർ കിങ് എന്ന് പറയുന്ന മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, faith is taking the first step even when you don't see the whole staircase. നമ്മളൊരു സ്റ്റെയർകേസ് കയറണമെങ്കിൽ അത് കാണാത്ത സാഹചര്യത്തിൽ വിശ്വാസത്തോടു കൂടി ആദ്യത്തെ നമ്മുടെ സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. Praise the Lord. വിശ്വാസവും പ്രാർത്ഥനയും. ഇവിടെ ജീവിതത്തിൽ ഇവക്ക് മനസ്സിലായി, കനാന്യ സ്ത്രീക്ക് മനസ്സിലായി, എന്റെ ജീവിതത്തിന്റെ വിഷയം പരിഹരിക്കുവാൻ മറ്റാർക്കും ഈ ഉലകത്തിൽ പറ്റത്തില്ലെങ്കിലും അവൻ പറ്റുന്ന ഒരുവന്റെ അടുക്കലാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ ജീവിതത്തിലും അവൻ നമ്മുടെ സാഹചര്യം മറ്റാർക്കും, നമ്മുടെ ഇടത്തോ വലത്തോ, നമ്മുടെ സഭയിൽ ഒരുമിച്ച് കൂടുന്ന വ്യക്തികൾക്കോ, നമ്മുടെ പാസ്റ്റർക്കോ, നമ്മുടെ ജീവിതത്തിലെ മറ്റാർക്കും നമ്മുടെ സാഹചര്യം അറിയത്തില്ലെങ്കിലും നമ്മെ നന്നായി അറിയുന്ന ഒരു ദൈവം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത്, 2-3 പേരുടെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ നടുവിലുണ്ടെന്ന് പറഞ്ഞ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ, നമ്മുടെ യാചനകൾക്ക് മറുപടി തരുവാൻ അവൻ എഴുന്നള്ളി വന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഇന്ന് പകൽക്കാലം അവൻ വിശ്വാസത്തോടുകൂടി, അവൻ പ്രാർത്ഥനയോടുകൂടി നാം ദൈവസന്നിധിയിൽ നിൽക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. Praise the Lord. Hallelujah. വിശ്വാസവും പ്രാർത്ഥനയും അദൃശ്യമാണ്, അല്ലേ? അതുകൊണ്ടല്ലേ കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറയുന്നത്, ആമേൻ, ഹല്ലേലൂയ, അവൻ പ്രാർത്ഥിക്കുമ്പോൾ നീ എന്ത് ചെയ്യണം? അറയിൽ കടന്ന് ആമേൻ ആമേൻ കതകടച്ച് രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവിനോട് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ യാചിക്കണം. അപ്പൊ നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് അദൃശ്യമാണ്, വിശ്വാസവും അദൃശ്യമാണ്. അതുകൊണ്ടല്ലേ അവൻ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ അവൻ ഇങ്ങനെ പറയുന്നത്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യത്തിന്റെ നിശ്ചയമാകുന്നു. അവൻ, ഞാൻ എന്റെ സഭയിൽ എപ്പോഴും പറയുന്നു, നമുക്ക് വാക്യം ഒക്കെ മനഃപ്പാടമാവും, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അവൻ ത്യാഗം സംഭവിക്കുമ്പോൾ നമ്മൾ അതൊക്കെ എടുത്ത് അപ്ലിക്കബിൾ ആക്കാറുണ്ടോ? വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും
ദൃശ്യമാണ്. എന്നാൽ ഇത് രണ്ടും കൂടെ ഒരുമിക്കുമ്പോൾ, വിശ്വാസവും പ്രാർത്ഥനയും ഒരുമിക്കുമ്പോൾ, ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുക, അസാധ്യങ്ങൾ സാധ്യമാകും. ആമേൻ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നത് നമ്മുടെ വിശ്വാസമാണ്. ഹല്ലേലൂയ. വിശ്വാസവും പ്രാർത്ഥനയും ഒരുമിച്ച് നമ്മുടെ ജീവിതത്തിൽ സമ്മേളിക്കുമ്പോഴാണ്, ഒരുമിച്ച് നമ്മുടെ ജീവിതത്തിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ആമേൻ നമ്മുടെ ജീവിതത്തിൽ ആമേൻ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനത്തിൽ കൂടി നാം പറയട്ടെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം തളർന്നു പോകരുത്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിലേക്ക് നോക്കി നമ്മുടെ വിശ്വാസ ജീവിതം നയിക്കുവാൻ നമുക്ക് ഓരോ ദിവസവും ഇടയാക്കണം. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞ മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞ ആ കാര്യം, ആമേൻ, ഒരു സ്റ്റെയർ കേസിന്റെ, കാണാത്ത ഒരു സ്റ്റെയർ കേസിന്റെ ആമേൻ ആദ്യത്തെ സ്റ്റെപ്പ് ആയിരിക്കണം വിശ്വാസത്തോടു കൂടി ആദ്യത്തെ പടിയിലേക്ക് കയറുന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനത്തിൽ കൂടി ഇന്ന് രാത്രികാലം ദൈവം ഇങ്ങനെ എന്നോട് പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം വർദ്ധിക്കുന്ന ഒരു ഉപവാസ പ്രാർത്ഥനയായി ഉപവാസ പ്രാർത്ഥന മാറണം. നിങ്ങൾക്ക് വിശ്വാസം ഇല്ല എന്നല്ല, നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലെന്നല്ല ഞാൻ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഈ ഉപവാസ പ്രാർത്ഥന നമ്മുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിച്ച് വിശ്വാസത്തിന്റെ ഒരു അടുത്ത ലെവലിലേക്ക്, ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് നാം കയറത്തക്ക രീതിയിൽ വിശ്വാസവും പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കണം. Praise the Lord. നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥന, ആ ഭാഗത്ത് നിന്ന് ചിന്തിച്ചിട്ട് മുൻപോട്ട് ഞാൻ കടന്നു പോകട്ടെ. പ്രാർത്ഥന, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ പാസ്റ്റർ? നമ്മുടെ ഉപവാസ പ്രാർത്ഥനയിലും നമ്മുടെ സഭായോഗങ്ങളിലും പ്രാർത്ഥനയ്ക്കൊന്നും കുറവില്ല. പക്ഷെ ഈ പ്രാർത്ഥനകളെല്ലാം വിജയത്തിലേക്ക് കടക്കാറുണ്ടോ? ഈ പ്രാർത്ഥനകളെല്ലാം വിജയത്തിലേക്ക് കടക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ എന്നാൽ നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനകൾ പരാജയപ്പെടാനുള്ള ഒരു 3 കൂട്ടം കാര്യങ്ങൾ പെട്ടെന്ന് ചിന്തിച്ചിട്ട് നാം മറ്റു ഭാഗത്തേക്ക് കടന്നു പോകാം. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന പരാജയപ്പെടാനായിട്ടുള്ള ആദ്യത്തെ കാര്യം, 1-2 ഞാൻ പറയുന്ന വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ച് ആരെങ്കിലും എന്നെ സഹായിക്കണം. ആവർത്തന പുസ്തകം ഡ്യൂട്രോണമി ചാപ്റ്റർ 1 വേഴ്സസ് 42 to 45. ആമേൻ. ആവർത്തന പുസ്തകം 1-ാം അധ്യായം അതിന്റെ 42 മുതൽ 45 വരെയുള്ള വാക്യം ഒന്ന് വായിച്ചാൽ. യെസ് യെസ് യെസ്. എന്നാൽ നിങ്ങൾ കേൾക്കാതെ യഹോവയുടെ ആലോചന മറുത്ത് അഹമതിയോടെ നിങ്ങൾ എവിടെ കയറി? യുദ്ധം ചെയ്യുവാൻ പർവ്വതത്തിൽ കയറി. യഹോവയായ ദൈവം പറഞ്ഞു നീ അത് ചെയ്യരുത്. പക്ഷേ അതൊന്നും ഗൗനിക്കാതെ, അതൊന്നും മൈൻഡ് ചെയ്യാതെ അവൻ യുദ്ധം ചെയ്യുവാനായിട്ട് എവിടെ കയറി? പർവ്വതത്തിൽ കയറി. അതിന്റെ താഴോട്ടൊന്ന് വായിച്ചാൽ. യെസ് യെസ്. അവൻ കണ്ടോ, ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞു, വാക്ക് കേട്ടില്ല, അനുസരണക്കേട്. ആമേൻ. അപ്പൊ നമ്മുടെ പ്രാർത്ഥന പരാജയപ്പെട്ടു പോകാനായിട്ടുള്ള ആദ്യ പടി അനുസരണക്കേട്. Praise the Lord. ഈ അനുസരണക്കേട് എപ്പോഴാ തുടങ്ങിയത്? നമ്മുടെ ജീവിതത്തിലാണോ? നോ. ആദിയിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു, ആമേൻ ഹല്ലേലൂയ, ആദവും ഹവ്വയും അനുസരണക്കേട് കാണിച്ചപ്പോൾ അവൻ തോട്ടത്തിൽ നിന്ന് വെളിയിലാക്കി. അന്നു മുതൽ തുടരുക ഇത്. പക്ഷെ നമ്മുടെ ജീവിതത്തിലും കർത്താവ് അവൻ നമുക്കെല്ലെങ്കിലും അത് തുടരുതെന്ന് ഉള്ളിടത്തൊന്ന് തൊടാനൊരു ഒരു പ്രത്യേക ടെൻഡൻസിയാ. അല്ലെങ്കിൽ ഇത് ചെയ്യരുതെന്ന് വെക്കുന്നിടത്ത് നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെ തന്നെ അത് തുടരുത് എന്ന് പറയുമ്പോൾ അവർ ആദ്യം പോയി അത് തൊടും എന്ന് പറഞ്ഞതുപോലെ അവൻ അനുസരണക്കേട് നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കൂടപ്പിറപ്പുകളായിട്ട് മാറുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കുവാൻ തടസ്സമായി നിൽക്കുന്നത് അനുസരണക്കേടെന്ന പാപമാണ്. അതുകൊണ്ട് ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവത്തോട് ഒരു പടി അടുത്ത് അനുസരണമുള്ള മക്കളായി അവൻ ദൈവത്തോട് അടുക്കുന്ന ഒരു ഉപവാസ പ്രാർത്ഥനയായി തീരണം. ആമേൻ. ഒന്ന്, നമ്മുടെ പ്രാർത്ഥന പരാജയപ്പെട്ടു പോകുവാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്, ഒന്ന് അനുസരണക്കേട്. 2, യെശയ്യാ
പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം 2-ാം വാക്യം ഒന്ന് പെട്ടെന്ന് വായിച്ചാട്ടെ. Isaiah chapter 59 verses 2. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ രണ്ട്, നമ്മയും ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ അകൃത്യങ്ങൾ. അകൃത്യങ്ങൾ എന്ന് പറഞ്ഞാൽ പാപങ്ങൾ. ആമേൻ. അതുകൊണ്ടല്ലേ ആമേൻ ദാവീദ് ഇങ്ങനെ പറയുന്നത്, പാപത്തിൽ ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവായി. ആമേൻ. പാപത്തിൽ ആമേൻ ഞാൻ ഉരുവായി. പക്ഷെ എന്നാൽ ഇന്ന് പകൽക്കാലം ആമേൻ നമ്മൾ ദൈവത്തോട് പറയണേ, ഇതും തുടങ്ങിയത് ഇന്നും ഇന്നലെയല്ല, ആദിയിൽ ഏദനിൽ തുടങ്ങിയതാണ് പാപം. കർത്താവ് പറഞ്ഞു ആമേൻ, ആ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ എന്ത് ചെയ്യും? മരിക്കും, നിന്റെ മേൽ പാപം ജനിക്കും. കണ്ടോ, അനുസരണക്കേട് മുഖാന്തരം ആമേൻ, ഒരു മനുഷ്യന്റെ അനുസരണക്കേട് മുഖാന്തരം ആമേൻ ഹല്ലേലൂയ പാപികൾ അനേകരായി തീർന്നു, അല്ലെങ്കിൽ അനേകർ പാപികളായി തീർന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം അതേ ഏകന്റെ പാപത്താൽ ആമേൻ ആമേൻ ഭൂമിയിലേക്ക് ആമേൻ ഹല്ലേലൂയ പാപം വന്നുവെങ്കിൽ ഒരു മനുഷ്യന്റെ ആമേൻ അവന്റെ സബ്മിഷൻ കാരണം അനേകർ നീതിമാന്മാരായി തീർന്നു. എനിക്കും നിങ്ങൾക്കും ആമേൻ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ പ്രാഗൽഭ്യം ലഭിച്ചത് ഈ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചതുകൊണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആമേൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ നമ്മളെയും ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത് അവൻ ദൈവത്തിന്റെ കുറവല്ല, ദൈവത്തിന്റെ കുറ്റമല്ല, നമ്മുടെ ജീവിതത്തിലെ അകൃത്യങ്ങൾ എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഒന്ന്, അനുസരണക്കേട്. രണ്ട്, നമ്മുടെ പാപങ്ങൾ. മൂന്ന്, സദൃശവാക്യം പ്രൊവേർബ്സ് ചാപ്റ്റർ 21 verses 13. അവൻ പ്രാർത്ഥന പരാജയപ്പെടാനുള്ള മൂന്നാമത്തെ കാരണം ആമേൻ സദൃശവാക്യം 21:13. എളിയവന്റെ പ്രവൃത്തിക്ക് നിലവിളിക്ക് ചെവി പൊത്തി കളയുന്നവൻ അവൻ. അതിങ്ങനെയാ വായിക്കണ്ടേ, എളിയവന്റെ നിലവിളിക്ക് ചെവി പൊത്തി കളയുന്നവൻ താനും നിലവിളിക്കും, ഉത്തരം ലഭിക്കത്തില്ല. കരുണയില്ലാത്ത പ്രവൃത്തി. ഞാൻ അതിനെ ഇങ്ങനെ അതിനെ അങ്ങ് കൺക്ലൂഡ് ചെയ്യുക. കരുണയില്ലാത്ത നമ്മുടെ പ്രവൃത്തികൾ. ആമേൻ. നമ്മുടെ സഹജീവികളെ ഇന്ന് പകൽക്കാലം നമ്മൾ കേട്ടതുപോലെ ആമേൻ, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ആമേൻ. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ തന്നെ സ്നേഹിക്കണം. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പറഞ്ഞ ഈ കൽപ്പനകൾ ഉൾപ്പെടെ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ള വ്യക്തികളോട് കരുണയില്ലാത്ത പ്രവൃത്തി ജനിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, നീ മറ്റുള്ളവരോട് കരുണ കാണിക്കാതെ ഇരിക്കുമ്പോൾ നീയും നിലവിളിക്കും, ഞാൻ ഉത്തരം തരികയില്ല. ഒന്ന്, അനുസരണക്കേട്. രണ്ട്, പാപം. മൂന്ന്, കരുണയില്ലാത്ത പ്രവൃത്തികൾ. അവൻ ഈ മൂന്ന് കൂട്ടം കാരണം നമ്മുടെ പ്രാർത്ഥന പരാജയപ്പെട്ടു പോകുവാനായിട്ടുള്ള മെയിൻ കാര്യങ്ങളാണ്. പക്ഷെ എന്നാൽ നമ്മുടെ പ്രാർത്ഥനയുടെ ഈ കരുണയില്ലാത്ത പ്രവൃത്തി എവിടെയാ തുടങ്ങിയത്? ഉൽപ്പത്തി പുസ്തകം ആമേൻ 4-ാം അധ്യായത്തിൽ നമുക്ക് ആരെ കാണുവാനായിട്ട് സാധിക്കും? കയീനെ ഹാബേലിനെ. തന്റെ സഹോദരനോട് കയർത്ത് അവനെ കൊന്നുകളഞ്ഞു അല്ലേ? അവൾ ആമേൻ. അതുകൊണ്ടല്ലേ കയീന്റെ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹാബേലിന്റെ രക്തം അവൻ എന്ത് വിളിക്കുന്നു? ഭൂമിയിൽ നിന്ന് നിലവിളിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുമ്പോൾ എബ്രായ ലേഖനക്കാരൻ ഇങ്ങനെ പറയുകയാണ്, ഹല്ലേലൂയ, കയീനേക്കാൾ ഹാബേലിന്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന ഒരു രക്തം ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കും നിനക്കും കാൽവറിയുടെ ചുവട്ടിൽ എനിക്കും നിനക്കും വേണ്ടി ചിന്തപ്പെട്ടുവെങ്കിൽ ഇന്ന് പകൽക്കാലം ആ രക്തത്താൽ അവൻ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരെന്ന് ബോധ്യമുള്ളവർ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അവൻ പരാജയപ്പെട്ടു പോകുവാൻ കർത്താവെ അവിടുന്ന് ഇടയാക്കരുത്. ഈ ഉപവാസ പ്രാർത്ഥന മൂലം ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രാർത്ഥനയിലുള്ള കുറവുകളെ ഒന്ന് പരിഹരിച്ച് ഹാബേലിന്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന അവിടുത്തെ പുണ്യാക രക്തത്തിന്റെ അടുക്കലേക്കല്ലേ നാം വന്നിരിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ ആ ഒരു പ്രാഗൽഭ്യത്തോടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നാം ചെല്ലുവാനായിട്ട് ഇടയാക്കിയിരുന്നു. അല്ലാതെ നാമും പാപികളാണ്, അവൻ നാം ശപിക്കപ്പെട്ടവരാണ്, നമുക്ക് ഇതിനൊന്നും പറ്റത്തില്ല, ഞാൻ എന്നെ നേക്കും അവൻ ദൈവത്തിങ്കിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരെന്നുള്ള
ആ ബോധ്യമൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് കർത്താവിന്റെ വരവ് ആഗതമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു തികഞ്ഞ പ്രാഗൽഭ്യത്തോടെ, ഒരു തികഞ്ഞ ദൈവകൃപയോടെ ആ ദൈവസന്നിധിയിൽ ജീവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഇടയാക്കട്ടെ. അവൻ 1 അനുസരണക്കേട്, 2 പാപം, 3 കരുണയില്ലാത്ത പ്രവർത്തികൾ. അവൻ 3 കൂട്ടം കാര്യമേ ഞാനിപ്പോ പറയുന്നുള്ളൂ. അവൻ സമയത്തിന്റെ കുറവ് കൊണ്ട്. ഹല്ലേലൂയ. ഈ 3 കൂട്ടം കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തില് അവൻ പ്രാർത്ഥന പരാജയപ്പെട്ടു പോകുവാനായിട്ടുള്ള മെയിൻ കാര്യങ്ങൾ. എന്നാൽ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം, നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള വിജയം എന്താണെന്ന് അവൻ ഒരു 3-4 കൂട്ടം കൂടെ കാര്യങ്ങളിലൂടെ പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗത്തേക്ക് കയറുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അവൻ 1-2 ദിനവൃത്താന്ത പുസ്തകം അതിന്റെ 7:14 ഒന്ന് വായിച്ചാട്ടെ. 2 Chronicles chapter 7 verses 14. Yes. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട്. യെസ്, കണ്ടോ, അനുതാപത്തോടു കൂടി നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ആമേൻ. ദൈവത്തിന്റെ വചനം പറയുകയാണ്, നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിഞ്ഞ് നിങ്ങൾ ദൈവസന്നിധിയിൽ അനുതാപത്തോടു കൂടി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് വിജയമുണ്ടാകും. നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഉയരത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. അവൻ അതുകൊണ്ടാണ് പറയുന്നത് ഇന്ന് പകൽക്കാലം അവൻ വിജയത്തോടു കൂടി ഒരു പ്രാർത്ഥന, വിജയം വിളിച്ചു വരുത്തുന്ന ഒരു പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഉടലെടുക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, താൻ അവന്റെ ദുർമാർഗങ്ങളെ വിട്ടു തിരിഞ്ഞ്. അതുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ അതിനെ ഇങ്ങനെ വിളിക്കുന്നത്, അവൻ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ അവൻ പാൽ കുടിക്കുവാൻ നിങ്ങൾ വാഞ്ചിക്കണം. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, അനുതാപത്തോടുകൂടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന വിജയമുള്ളതായി തീരും. ആമേൻ. അനുസരണക്കേടാണ്, പാപികളാണ്, അവൻ കരുണയില്ലാത്ത പ്രവൃത്തികളാണ് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയെങ്കിൽ അതിനോടൊക്കെ ഇന്ന് രാത്രികാലം അവൻ ഗുഡ് ബൈ പറഞ്ഞിട്ട് അനുതാപത്തോടു കൂടി, കർത്താവേ ഞാനൊരു പാപിയാണ്, എന്നോട് കൃപ തോന്നണമേ എന്ന് അവൻ ഒരു പ്രാർത്ഥന നിന്റെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്നുവെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ആ പ്രാർത്ഥനയിൽ ദൈവം പ്രസാദിക്കും. Praise the Lord. Hallelujah. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 13-ാം വാക്യം പെട്ടെന്ന് വായിക്കട്ടെ. Jeremiah chapter 29 verses 13. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും, നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. പൂർണ്ണ ഹൃദയത്തോടെ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. Praise the Lord. പ്രാർത്ഥിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ നാം എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്, പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഇവിടെയും നമ്മുടെ ശരീരം ഇവിടെയും മനസ്സ് ഇന്ത്യയിലുമാണെങ്കിൽ ആ പ്രാർത്ഥന എന്താകത്തില്ല, വിജയിക്കത്തില്ല. അവൻ നാം ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വേറെ ഏതെങ്കിലും ഭൂഖണ്ഡങ്ങളിൽ കൂടെ ഒക്കെ സഞ്ചരിക്കുകയാണെങ്കിൽ അവൻ നമ്മുടെ പ്രാർത്ഥന വിജയം കാണത്തില്ല. പക്ഷേ പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നുവെങ്കിൽ ഞാൻ ഉയരത്തിൽ നിന്ന് നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളാൽ ചെയ്യുന്ന ഒരു ദൈവം, ആ ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. ആ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ നാം ആയിരിക്കണം. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാമത്തെ വാക്യം കൂടെ പെട്ടെന്ന് വായിച്ചാൽ, മാർക്ക് ചാപ്റ്റർ 11 verses 24. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവൻ യാചിക്കുന്നതൊക്കെയും ലഭിച്ചുവെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കണം. ഇതൊക്കെ നമ്മൾ എത്ര വർഷമായിട്ട് കേൾക്കുന്നതല്ലേ. പക്ഷെ എന്നാലും നമ്മുടെ പ്രാർത്ഥന ഒരേ ഒരു സ്റ്റൈല്. അന്ന് പ്രാർത്ഥിച്ചത് എന്തോ അവൻ കീ കൊടുത്തു വിടുന്ന പാവയെ പോലെ അവൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇന്നും ചേഞ്ച് വന്നിട്ടില്ലെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയ്ക്കായി മുട്ടുകൾ മടക്കണം. വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് എന്ത്
യാചിച്ചാലും പുത്രനെ മഹത്വപ്പെടുത്തേണ്ടതിന് പിതാവാകുന്ന ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. അതുകൊണ്ട് ഹല്ലേലൂയ, അനുതാപത്തോടുകൂടെ പ്രാർത്ഥിച്ചാൽ, പൂർണ്ണ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ, വിശ്വാസത്തോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ, ദൈവത്തിന്റെ വചനം പറയുന്നു നമ്മുടെ പ്രാർത്ഥന വിജയമുള്ള പ്രാർത്ഥനയായി തീരും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വിശ്വാസവും പ്രാർത്ഥനയും ഒരുമിച്ച് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് അസാധ്യങ്ങൾ സാധ്യമാകുന്നത്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ. വിശ്വാസവും പ്രാർത്ഥനയും ഒരുമിച്ച് ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ വചനത്തിൽ ആമേൻ ആ കനാന്യ സ്ത്രീ നിലവിളിച്ചതുപോലെ, കർത്താവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് അവൻ പിന്നത്തേതിൽ അതിന്റെ മുകളിലേക്ക് വായിക്കുമ്പോൾ അവളെ മാക്സിമം കർത്താവ് തന്നെ ഇറിറ്റേറ്റ് ചെയ്യുകയാണ്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടിന്റെ ഇടയിലേക്കാണ് എന്നെ അയച്ചിരിക്കുന്നത്, അല്ലാതെ ജാതിയായ നിന്റെ അടുത്തേക്ക് എന്നെ കർത്താവ് അയച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ആമേൻ അവള് വീണ്ടും പറയുക, എന്നെ ഒന്ന് സഹായിക്കണമേ, പ്ലീസ് ഹെൽപ് മീ ലോർഡ്. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനയുടെ അളവ് നമുക്കേ അറിയത്തുള്ളൂ. ആമേൻ. സഹോദരങ്ങളെ, അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, അങ്കിൾമാരെ, ആന്റിമാരെ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മുടെ പ്രാർത്ഥനയുടെ സ്റ്റൈല് മാറണം. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന സ്റ്റൈല് മാറാതെ നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും ദൈവം വഴി നടത്തത്തില്ല. ആമേൻ. അമേരിക്കയിലായി, യുകെയിലായി, നമുക്കെല്ലാം ആയി എന്നുള്ള ചിന്തകൾ നമ്മളൊന്ന് മാറ്റി വെച്ചിട്ട് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മുടെ മുട്ടുകളെ ദൈവസന്നിധിയിൽ മടക്കണം. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ആമേൻ, വിശ്വാസവും ആ പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ ഒരുമിച്ച് സമ്മേളിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അസാധ്യങ്ങൾ ആമേൻ വഴിമാറും. ഹല്ലേലൂയ. അസാധ്യങ്ങളെ മാറിപ്പോകുവാൻ ദൈവത്തിന്റെ സന്നിധി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നത്, വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. അതിന്റെ താഴെ പിന്നെയും പറയാ, ആമേൻ, അവൻ എന്ത് ചെയ്യണം? ആമേൻ, തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവൻ മറ്റൊരുത്തന് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും നമുക്ക് സമയമില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി പോലും പ്രാർത്ഥിപ്പാൻ നമുക്ക് സമയമില്ല. ഉപവാസ പ്രാർത്ഥനയിൽ എന്റെ ചർച്ചിൽ ചോദിക്കുന്ന ചോദ്യം ഞാൻ വീണ്ടും ഇവിടെ ചോദിക്കും, ഇന്ന് രാവിലെ കാലം എത്ര പേര് പ്രാർത്ഥിച്ചു? ഇന്ന് രാവിലെ കാലം എത്ര പേര് ദൈവവചനം വായിച്ചു? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ ഒന്നിനും കുറവില്ലാതെ നമ്മെ വഴി നടത്തുന്ന ഒരു ദൈവം, നമ്മുടെ ജീവിതങ്ങളിലെ നമ്മുടെ ആവശ്യങ്ങൾ ഒന്നുപോലും കുറഞ്ഞു പോകാതെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മെ അത്ഭുതമായി വഴി നടത്തുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. കൂട്ടുകാരിൽ പരമായ ആനന്ദതൈലം കൊണ്ട് നമ്മെ വഴി നടത്തുന്ന ഒരു ദൈവം, മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠകരമായി നമ്മെ പോറ്റുന്ന ഒരു ദൈവം. ആമേൻ. ഇന്ന് രാവിലെ കാലം ഞാൻ പറഞ്ഞതുപോലെ, ദോഷികളാകുന്ന നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ നല്ല ദാനങ്ങളെ കൊടുക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ തന്റെ പിതാവിനോട് ചോദിക്കുന്നവന് അവന് എത്ര അധികം കൊടുക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ തന്നെ ഇന്ന് രാത്രി കാലം അനുതാപമുള്ള ഒരു ഹൃദയത്തോടെ, വിശ്വാസമുള്ള ഒരു ഹൃദയത്തോടെ, പൂർണ്ണ ഹൃദയത്തോടെ അവൻ പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മുടെ ദൈവസന്നിധി നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ഉപവാസ പ്രാർത്ഥനയായി ഉപവാസ പ്രാർത്ഥന മാറണം. അവൻ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം വാക്ക് തരാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്ന സകല നന്മകളും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ തരുവാൻ തയ്യാറാണ്. അതുകൊണ്ടാണ് കർത്താവിന്റെ വചനത്തിൽ തന്നെ കർത്താവ് പറയുന്നത്, അവൻ ഇന്ന് രാവിലെ കാലം നമ്മൾ ചിന്തിച്ചു, ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരിയിൽ കൂട്ടുന്നില്ല, എന്നാൽ അതിനേക്കാളും ഒക്കെ ശ്രേഷ്ഠകരമായി നമ്മെ പുലർത്തുന്ന ഒരു ദൈവം, അതിനേക്കാളും ശ്രേഷ്ഠകരമായി നമ്മെ വഴി നടത്തുന്ന ഒരു ദൈവം, ഒന്നിനും കുറവില്ലാതെ ഈ രാജ്യത്തും നമ്മെ പരിപാലിക്കുന്ന ദൈവം, വീഴ്ചയിലും താഴ്ചയിലും നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവം, ആ ദൈവത്തിന്റെ
Hallelujah. Praise the Lord. നാം എവിടെയാണോ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് അവിടെ വിശ്വാസം നമ്മുടെ ആദ്യ പടിയായിരിക്കണം. പണ്ട് നമ്മളെ വിളിച്ചുകൊണ്ടിരുന്ന പേര് വിശ്വാസികൾ. മറ്റ് പലരും നമ്മളോട് പറയുമായിരുന്നു ഞങ്ങൾക്ക് വേണ്ടിയൂടെ പ്രാർത്ഥിക്കണം. ഇപ്പൊ നമ്മളാരോടും പറയാറില്ല, നമ്മളോടാരും പറയാറില്ല. കാരണം നമ്മൾ നമ്മളിലേക്ക് ചുരുങ്ങപ്പെട്ടു പോയി അല്ലേ പാസ്റ്റർ? യോശുവ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളൊക്കെ വയസ്സ് ഇപ്പൊ ഞാനായി എൻ്റെ കുടുംബമായി ഞങ്ങളുടെ കാര്യമായി. നമുക്ക് വേറെ ആരുടെയും കാര്യം അന്വേഷിക്കേണ്ട കാര്യമില്ല. അവൻ അന്വേഷിച്ചു കഴിഞ്ഞാൽ തന്നെ അതിനുവേണ്ടി പ്രാർത്ഥിച്ചോളാമെന്ന് പറയും. കണ്ടാരാണ്ട് പറഞ്ഞതുപോലെ ഏറ്റവും വലിയ കള്ളമാണ് നമ്മൾ പറയുന്നത് പ്രാർത്ഥിച്ചോളാം. മറ്റൊരു വ്യക്തിയെ നമ്മൾ സ്വാതന്ത്ര്യപ്പെടുത്താൻ പറയും, ആന്റി ഒന്നും ഓർത്ത് അറിയണ്ട, പ്രാർത്ഥിച്ചോളാം. നമ്മൾ പോലും പ്രാർത്ഥിക്കുന്നില്ല. അന്നത്തെ ദിവസം പ്രാർത്ഥിക്കാതായിരിക്കും പോയി കിടക്കുന്നത്, കുടുംബ പ്രാർത്ഥന ചെയ്യാതായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പോയി കിടക്കുന്നത്. പക്ഷെ എന്നാൽ നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ ഒന്ന് എടുത്തു നോക്കിക്കേ. ഹല്ലേലൂയ. ഞാനൊരു മർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കർത്താവിനെ അറിഞ്ഞ വ്യക്തിയാ. ഞാൻ എൻ്റെ 24ാമത്തെ വയസ്സിലാണ് കർത്താവിനെ അറിയുന്നത്. എൻ്റെ പെന്തിക്കോസ് പാരമ്പര്യം എന്ന് പറഞ്ഞ പെന്തിക്കോസിന്റെ ആദ്യ തലമുറയാണ് ഞാൻ. ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്ക് ആ മർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതുകൊണ്ട് ഒരു കാര്യം പ്രാഗൽഭ്യത്തോടെ പറയാൻ പറ്റും, പ്രാർത്ഥിക്കുന്ന ഒരു അപ്പച്ചനും അമ്മച്ചിയും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. എന്റെ സ്വദേശം തിരുവല്ലക്കടുത്ത് കുമ്പനാട് എന്ന് പറയുന്ന സ്ഥലത്താ. ഞങ്ങളുടെ ആ സ്ഥലത്തൊക്കെ രാവിലെ പണ്ടൊന്നും ആരും നടക്കാറൊന്നും പോകുന്നില്ല. ഇപ്പൊ നമ്മൾ ചിക്കനും ബീഫും ഒക്കെ അടിച്ച് കൊളസ്ട്രോൾ ഒക്കെ ആയതുകൊണ്ടും നമ്മൾ രാവിലെ ഇപ്പൊ 5 മണിക്ക് നടക്കാൻ പോകും. ഇപ്പൊ 5 മണിക്ക് നടക്കാൻ പോയാൽ, നാട്ടിൽ പോയി കഴിഞ്ഞാൽ 5 മണിക്ക് നടക്കാൻ പോയാൽ ഈ പ്രാർത്ഥനയൊന്നും നമ്മൾ കേൾക്കത്തില്ല, പട്ടിയെ മാത്രമേ കാണത്തുള്ളൂ. പക്ഷെ എന്നാൽ രാവിലെ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ഒരു 10 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഞങ്ങളുടെയൊക്കെ കൊച്ചു ഗ്രാമത്തിൽ 5 മണിയാകുമ്പോ, ഞാൻ എൻ്റെ വീട്ടിലെ കാര്യം പറയുന്നത്, മർത്തോമ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്ന സമയത്ത് വെളുപ്പിനെ 5 മണി എന്നൊരു സമയം ഉണ്ടെങ്കിൽ അലാറം വേണ്ട, കോഴിയും കൂവണ്ട, എഴുന്നേക്കും അപ്പച്ചനും അമ്മച്ചി. ഒരു റൂമിൽ നിന്ന് ഏറ്റുപിടിക്കും, ഉയർത്തിയിടും ഞാൻ എന്റെ കണ്കൾ തുണയാരുളും വൻകീരിൽ. അടുത്ത് ഇപ്പുറത്ത് വന്ന പപ്പായും അമ്മയും അടുത്ത് ഏറ്റുപിടിക്കും, എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. പ്രായിക്കൊണ്ട് നമ്മൾ പറയും, ഇസ്രായേലിൻ കാവൽക്കാരൻ. 5 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചില്ലെങ്കിൽ അടുത്ത് വരുന്നത് ചൂരൽ കഷായം മുതുകത്ത് കിട്ടും, അല്ലെങ്കിൽ വെള്ളം പോയി ഒഴിക്കും. നമ്മൾ അങ്ങനെ ജീവിച്ചത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അല്പമെങ്കിലും ദൈവഭയം ഉണ്ടായോ? അച്ഛാ? ഉണ്ടായി. പക്ഷെ എന്നാൽ ഇന്ന് നമ്മുടെ തലമുറകൾക്ക് ഈ ഭയം ഉണ്ടോ? ആത്മാർത്ഥമായിട്ട് ഞാൻ ചോദിക്കുക. ഞാൻ നിങ്ങളെ ആരെയും ബ്ലെയിം ചെയ്യുവല്ല, നിങ്ങൾ ചെയ്യുന്ന തെറ്റ. പക്ഷേ നമുക്ക് ഒരു ബാറ്റൻ കൈമാറി കിട്ടിയായിരുന്നു. പക്ഷെ നമ്മൾ ആ ബാറ്റൻ തിരിച്ചെത്ര നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി കൈമാറുന്നുണ്ട്. സഹോദരങ്ങളെ, ഞാൻ എൻ്റെ ചർച്ചിൽ ഇങ്ങനെ പറയാറുണ്ട്, നമ്മുടെ തലമുറകളെ പ്രാർത്ഥിപ്പിക്കാതെ കിടത്തി ഉറക്കരുത്. പ്രാർത്ഥന അല്പമെങ്കിലും എത്ര കമ്പ്യൂട്ടറിൽ എത്രയോ സമയം നമ്മുടെ കുഞ്ഞുങ്ങൾ ചെലവഴിക്കുന്നു, മൊബൈലിൽ എത്രയോ സമയം ചെലവഴിക്കുന്നു. എന്നാൽ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിപ്പിച്ചിട്ട് അവരെ കിടത്തി ഉറക്കാവൂ. അതുപോലെ തന്നെ ഒന്ന് പ്രാർത്ഥിപ്പിച്ചിട്ട് അന്നത്തെ ദിവസം ഒന്ന് തുടപ്പിക്കാവൂ, തുടങ്ങാവൂ. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, അവർ സ്കൂളിൽ പോകുമ്പോൾ നിർമ്മലരായി ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയണമെങ്കിൽ അതിന്റെ ആദ്യ പാഠം ഭവനത്തിൽ നിന്ന് തുടങ്ങണം. അതുകൊണ്ടൊന്ന് പാസ്റ്റർ തലയിലിടല്ലേ, മൂപ്പന്മാരുടെ തലയിലിടല്ലേ. നമുക്ക് സമയമില്ല, നമ്മളെല്ലാം കൊണ്ടുവന്ന് സൺഡേ സ്കൂൾ ടീച്ചേഴ്സിന്റെ തലയിലും പാസ്റ്റർമാരുടെ തലയിലിടല്ലോ. സഹോദരങ്ങളെ, നമ്മുടെ ഭവനത്തിൽ നിന്ന് ആ എക്സസൈസ് തുടങ്ങണം. ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മൾക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിക്കണം. കർത്താവ്
പഠിപ്പിച്ചു തന്റെ ശിഷ്യന്മാരെ, അല്ലേ? പ്രാർത്ഥിപ്പാൻ കർത്താവ് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. എന്നാൽ നമ്മുടെ തലമുറകളെ നാം എത്രത്തോളം അതിനുവേണ്ടി നമ്മുടെ തലമുറകളെ നമ്മൾ അതിനുവേണ്ടി എക്സസൈസ് ചെയ്യുന്നു. മറ്റു പലതിനും നമ്മുടെ ജീവിതത്തിൽ സമയം കണ്ടെത്തുമ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, കർത്താവിന്റെ മടങ്ങി വരവിൽ എത്ര പേര് വിശ്വാസം കണ്ടെത്തും. പണ്ടത്തെയൊക്കെ കാലത്ത് നമ്മുടെ ഭവനത്തിന്റെ വാതിലുകൾ രാവിലെ 5 മണിക്കും 6 മണിക്കും തുറന്നിടുന്നത്, പിന്നെ അടയ്ക്കുന്നത് എപ്പോഴാ? രാത്രി കിടക്കാൻ പോകും. ഇന്ന് നമ്മുടെ ജീവിതമൊക്കെ ഫ്ലാറ്റിലേക്ക് ചുരുങ്ങിയത് കൊണ്ട് ഒരു ഫ്ലാറ്റായിട്ട് അങ്ങ് പോവുക, അപ്പാർട്ട്മെന്റിലേക്ക് ചുരുങ്ങിയത് കൊണ്ട് ഒരു വകയായിട്ട് അങ്ങ് പോവുക. പക്ഷെ ഈ രാവിലത്തെ ഒക്കെ വാതിൽ തുറന്നിടുമ്പോ ധർമ്മക്കാരൻ വരും, യാചകൻ വരും, ബന്ധുക്കാർ വരും, ഉപദേശിമാര് പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വരും. വഴി കൂടെ പോയി പ്രാർത്ഥിക്കുന്ന ഉപദേശിമാര് വരും, അവർക്ക് ആഹാരം കൊടുക്കും, അവർക്ക് പൈസ കൊടുക്കും. അച്ഛൻ വരും. പക്ഷെ നമ്മുടെ തലമുറ എവിടെ എത്തി നിൽക്കുന്നു? ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, വിശ്വാസം നമ്മുടെ ജീവിതത്തിന്റെ ആദ്യ പടിയാകണം. പ്രാർത്ഥന രണ്ടാമത്തെ സ്റ്റെപ്പായിരിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചാൽ, ഞാൻ ഒരു കാര്യം ഇങ്ങനെ പറയാം, ഹല്ലേലൂയ, ഞാൻ ആ ഭാഗം കൂടെ ഒന്ന് പറഞ്ഞിട്ട് പോട്ടെ. ഞാൻ വരുന്നത് UK-യിൽ നിന്നാണ്. ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റോൾ എന്ന് പറയുന്ന പട്ടണത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. കഴിഞ്ഞ 2014 മുതൽ ബ്രിസ്റ്റോൾ എന്ന് പറയുന്ന പട്ടണത്തിൽ താമസിച്ചുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്യുന്നു. ബ്രിസ്റ്റോൾ എന്ന് പറയുന്ന പട്ടണം ടോം അല്ലാതെ വേറെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ആരും കേട്ടിട്ടില്ല. എന്നാൽ അടുത്ത 2 പേരെ ഞാൻ പറയാവുന്ന പോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ജോർജ് മുള്ളർ കേട്ടിട്ടുണ്ടോ? ജോർജ് മുള്ളർ കേട്ടിട്ടുണ്ട്. ജോർജ് മുള്ളറിന്റെ പട്ടണമാ ബ്രിസ്റ്റോൾ എന്ന് പറയുന്ന പട്ടണം. പ്രാർത്ഥനാ വീരനായിരുന്ന ജോർജ് മുള്ളറിന്റെ പട്ടണം. ജോർജ് മുള്ളറിന്റെ ഒരു ബുക്കിൽ ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്, ജോർജ് മുള്ളറിനെ കാണാതെ സൂര്യൻ ഉദിക്കത്തുമില്ലായിരുന്നു, ചന്ദ്രൻ അസ്തമിക്കത്തുമില്ലായിരുന്നു. കാരണം പുള്ളി ഫുൾ ടൈം മുഴങ്കാലയിൽ ഇരുന്ന് പ്രാർത്ഥനയാണ്. 2 മെത്തഡിസ്റ്റ് സഭയുടെ സ്ഥാപകന്മാരായിരുന്ന ജോൺ വെസ്ലി, ചാൾസ് വെസ്ലി കേട്ടിട്ടുണ്ടോ? ദൈവവചനം പഠിച്ച ദൈവദാസന്മാർക്കൊക്കെ അറിയാം. മെത്തഡിസ്റ്റ് സഭയുടെ സ്ഥാപകന്മാരായിരുന്ന ജോൺ വെസ്ലി, ചാൾസ് വെസ്ലി, ഇവരുടെ ഫസ്റ്റ് ചർച്ച് ബ്രിസ്റ്റോൾ എന്ന് പറയുന്ന പട്ടണത്തിൽ ഇന്നും ഉണ്ട്. സ്റ്റിൽ ദേ ഹാവ് ദി ചർച്ച്. ആരുമില്ല ആരാധിക്കാൻ അവിടെ. സൺഡേ തുറക്കുമെന്ന് പോലും അറിയത്തില്ല. പക്ഷെ അവിടെ ഒരു കഫേ ഉണ്ട്, മൺഡേ ടു സാറ്റർഡേ. സൺഡേ തുറന്നില്ലെങ്കിലും ബിസിനസിന് വേണ്ടി ഈ കഫേ തുറക്കും. നോക്കണേ, ഒരു ജനറേഷനെ ശത്രു അപഹരിച്ചത് കണ്ടോ? ആ പട്ടണത്തിൽ കർത്താവ് അനേകരെ കർത്താവിലേക്ക് നയിച്ച മിഷണറിമാർ എഴുന്നേറ്റ ഒരു രാജ്യത്ത് നിന്ന് ആ രാജ്യത്തിൽ നിന്ന് ആളുകൾ വന്ന്, വില്യം കേരിയെ പോലുള്ള മനുഷ്യരൊക്കെ വന്ന് ആ രാജ്യത്ത്, നമ്മുടെ രാജ്യത്ത് വന്നത് കൊണ്ടാണ് നമുക്ക് ഈ മലയാളത്തിലൊക്കെ പോലുള്ള ബൈബിൾ നമുക്ക് ലഭിച്ചത്. എന്നാൽ this is the time we have to give back to this country. നാം ആയിരിക്കുന്ന ഈ അമേരിക്കയിലും നാം എവിടെയായിരുന്നാലും നമ്മുടെ രാജ്യത്തെ ദൈവസന്നിധിയിൽ ഏർപ്പിച്ചു പ്രാർത്ഥിക്കണം. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ രാജ്യത്തിന്റെ ന്യായപാലകന്മാരെ, നമ്മുടെ രാജ്യത്തിന്റെ പ്രസിഡന്റുമാരെ, പ്രധാനമന്ത്രിമാരെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കണം. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, ആമേൻ, രാജാവിന്റെ മനസ്സിനെ നീർത്തോട് കണക്കെ തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. പണ്ട് എങ്ങനെയാണോ ദൈവം പ്രവർത്തിച്ചത്, അതേ ദൈവം ഇന്നും പ്രവർത്തിക്കുവാൻ ശക്തനാ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, ആമേൻ, ഹല്ലേലൂയ, കേൾപ്പാതിരിപ്പാൻ വണ്ണം അവന്റെ കാത് മന്ദമായിട്ടില്ല. അതുകൊണ്ട് നിലവിളിക്കുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ തുറന്നിരിക്കുന്ന ഒരു ചെവിയുണ്ട്, അവർക്ക് വേണ്ടി തുറന്നിരിക്കുന്ന ഒരു കണ്ണുണ്ട്. ആമേൻ, ആ കണ്ണുകൾ ഉയരത്തിൽ നിന്ന് നോക്കുമ്പോൾ വിശ്വാസത്തോടുകൂടി, അനുതാപത്തോടുകൂടി, അനുസരണത്തോടുകൂടി, ദൈവഭയത്തോടുകൂടി നാം ദൈവസന്നിധിയിൽ നിലവിളിക്കുകയാണെങ്കിൽ, പ്രിയ മാതാപിതാക്കളെ,
സന്നിധിയിൽ നിന്ന് മടങ്ങി വരിക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത്, നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, ഏറിയ നാൾ കഴിയുമ്പോൾ അത് നിനക്ക് മടക്കി കിട്ടും. ആമേൻ, ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ വണക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ കണ്ണു തുറന്നിരിക്കുന്നതാകരുത് നമ്മുടെ ജീവിതത്തിലെ ദൈവത്തോടുള്ള മനോഭാവം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ എന്നുള്ള ആ മനോചിന്തയൊന്ന് മാറ്റിവെച്ച്, മനോഭാവം ഒന്ന് മാറ്റിവെച്ച്, ഏത് വിഷയത്തിന് വേണ്ടിയാണോ ദൈവദാസനോ ബ്രദറോ സിസ്റ്ററോ ആര് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ആ വിഷയത്തെ ഒന്ന് ഏറ്റെടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിപ്പാൻ നമ്മെ തന്നെ വിട്ടുകൊടുക്കുന്ന ഒരു ഉപവാസ പ്രാർത്ഥനയായി ഈ ഉപവാസ പ്രാർത്ഥന മാറുന്നുവെങ്കിൽ ഞാൻ ഇങ്ങനെ വിളിച്ചു പറയാ, ഉയരത്തിൽ നിന്ന് കേൾക്കുന്ന ഒരു ചെവി ഇന്നും നമ്മുടെ പ്രാർത്ഥനകൾക്ക് വേണ്ടി തുറന്നിരിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസത്തെ അനുസരിച്ചാണ് നമ്മുടെ പ്രാർത്ഥനകൾ തീരുന്നത്. ഒരിക്കൽ കൂടെ പറയാം, ഓരോ വിശ്വാസിയുടെയും വിശ്വാസത്തിന്റെ അളവിനെ ആശ്രയിച്ചാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത്. നമ്മൾ എത്രത്തോളം വിശ്വസിക്കുന്നുവോ അത്രത്തോളം വിജയം ദൈവം കൊണ്ടുവരും. ഞാൻ എവിടെയോ ഇങ്ങനെ വായിച്ചതായിട്ട് ഓർക്കുന്നു, പ്രസംഗിക്കുന്നവനെ ലോകം അറിയും, പ്രാർത്ഥിക്കുന്നവനെ ദൈവം അറിയും. പ്രാർത്ഥനയ്ക്കായി ഈ നാളുകളിൽ നമ്മുടെ ഹൃദയത്തെ ഒന്ന് ദൈവസന്നിധിയിൽ ഇടയാക്കണം. നിങ്ങളുടെ വിശ്വാസത്തിന്റെ അളവുകോൽ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതമായിരിക്കണം. പ്രാർത്ഥന കുറയുമ്പോഴാണ്, അത് സഭയിലാകട്ടെ, കുടുംബത്തിലാകട്ടെ, വ്യക്തി ജീവിതത്തിലാകട്ടെ, പ്രാർത്ഥന കുറയുമ്പോൾ ശത്രു അവിടെ കയറിക്കൂടും. അവൻ എന്നാൽ നിനക്ക് പ്രാർത്ഥിപ്പാൻ നിന്റെ ജീവിതത്തിൽ നിനക്ക് പ്രാർത്ഥിപ്പാൻ ഒരു മനസ്സുണ്ടെങ്കിൽ, പ്രാർത്ഥിപ്പാനായിട്ട് നിനക്ക് ശക്തിയുള്ളിടത്തോളം കാലം നിന്റെ പ്രാർത്ഥനയ്ക്ക് കുറവ് വരുത്താതെ നീ ദൈവസന്നിധിയിൽ നിന്നാൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം ഇന്നും നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുവെന്ന് ഇന്ന് രാത്രികാലം നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ആ ഒരു ബന്ധത്തിൽ നാം ദൈവസന്നിധിയിൽ അടുത്തിയെല്ലണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവൾ എടുത്ത ഒരു തീരുമാനമുണ്ട്. ഇവളുടെ കുഞ്ഞിന്റെ വിടുതൽ കണ്ടിട്ടല്ലാതെ അവളെ കർത്താവിനെ വിടത്തില്ലെന്നുള്ള ദൃഢമായ ഒരു തീരുമാനം. നിങ്ങൾ ആ ഭാഗ്യം ഒന്ന് ആ കണ്ണികെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ആമേൻ, ഹല്ലേലൂയ. കർത്താവ് അവളോട് നായോട് ഉപമിക്കുന്നുണ്ട് അതിൻ്റെ അകത്ത്, അല്ലേ? അവനോ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടിക്ക് ഇട്ടു കൊടുക്കുന്നത് നന്നല്ല എന്ന് അവളോട് ഉത്തരം പറഞ്ഞു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് പബ്ലിക്കലി അവളെ എന്തായിട്ട് അഭിസംബോധന ചെയ്തു? നായായിട്ട് അഭിസംബോധന ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ വല്ലതും ആയിരുന്നെങ്കിൽ ഇങ്ങനെ വല്ല ഒരു അഭിസംബോധന കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തേനെ? അതേണ്ടി കിടക്കുന്നെന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ വഴി നോക്കി പോകും. പക്ഷെ ഇവൾ അടുത്ത വാക്യം എന്നാ പറയുന്നത്? അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവന്റെ മേശയിൽ നിന്ന് വരുന്ന അപ്പനുറുക്ക് കഴിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞല്ലേ? ദൈവസന്നിധിയിൽ നാം എടുക്കുന്ന ചില തീരുമാനങ്ങൾ ദൈവത്തിന്റെ കണ്ണു തുറപ്പിക്കും. ഞാൻ അതിനെ ക്രോഡീകരിച്ചെന്ന് പറയുക. നാം ദൈവസന്നിധിയിൽ എടുക്കുന്ന ചില തീരുമാനങ്ങൾ ദൈവത്തിന്റെ കണ്ണു തുറപ്പിക്കും. കർത്താവ് കണ്ണു തുറന്ന് പറഞ്ഞ അടുത്ത നായ്ക്കുട്ടികളും തിന്നുന്നുണ്ടല്ലോ എന്ന് ഇവള് പറഞ്ഞപ്പോൾ അടുത്തത് കർത്താവ് പറഞ്ഞ മറുപടി എന്നാ? സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്. കണ്ടോ, അതുവരെ മിണ്ടാതെ ഇരുന്ന ദൈവം, അതുവരെ മറ്റു വേറെ ഒരു ടോണിൽ സംസാരിച്ച ദൈവത്തിന്റെ ടോൺ അടുത്ത വഴി മാറുക. നീ ദൈവസന്നിധി, നാം ദൈവസന്നിധിയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവത്തിന്റെ കണ്ണു തുറപ്പിക്കും. അങ്ങനെയെങ്കിൽ ചില തീരുമാനങ്ങൾ എടുക്കുന്ന ദൈവത്തോടുള്ള ബന്ധത്തിൽ, സഭയോടുള്ള ബന്ധത്തിൽ, കുടുംബ ജീവിതത്തോടുള്ള ബന്ധത്തിൽ, വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിൽ ചില തീരുമാനങ്ങൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ എടുക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ കണ്ണ് തുറക്കുന്ന തീരുമാനങ്ങൾ നാം ദൈവസന്നിധിയിൽ എടുക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ വചനം പറയുന്നു, വിശ്വാസത്തിന്റെ നായകൻ വിളിച്ചു പറയും, സ്ത്രീയെ, ഇതുപോലൊരു വിശ്വാസം ഞാൻ ഇസ്രായേലിൽ പോലും. കർത്താവ് പറഞ്ഞ, ഞാൻ നിന്റെ അടുത്തേക്കൊന്നുമല്ല വന്നത്,
കണ്ടിട്ടില്ല. കണ്ടോ എന്നാ വലിയ സാക്ഷിയാണ്. നമ്മെ നോക്കി നമ്മുടെ കർത്താവ് ഇങ്ങനെ ഒരു സാക്ഷ്യം പറഞ്ഞാൽ പാസ്റ്ററെ ഇതിൽ കൂടുതൽ എന്നാ വേണ്ടേ? അതാ ഞാൻ പറഞ്ഞത്, നാം ദൈവസന്നിധിയിൽ എടുക്കുന്ന ചില തീരുമാനങ്ങൾ ഇതിന്റെ വിജയം കണ്ടിട്ടല്ലാതെ എന്റെ പ്രാർത്ഥനയും നിലവിളിയും നിർത്തത്തില്ലെന്നുള്ള ഒരു തീരുമാനം. അതുകൊണ്ടല്ലേ വചനത്തിൽ തന്നെ പറയുന്നത് മടുത്തുപോകാതെ പ്രാർത്ഥിക്കണം. നമ്മൾ മടുത്തുപോകാതെ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനത്തിൽ പറയുകയാണ്, ചില തീരുമാനങ്ങൾ എന്റെ കുഞ്ഞിന്റെ അസുഖം ഭേദമാകാതെ ഞാൻ ഈ നിലവിളി നിർത്തത്തില്ല. കർത്താവേ ദാവീദ് പുത്ര എന്നുള്ള നിലവിളി, ആമേൻ, അതിന് പോലും കർത്താവിന്റെ കണ്ണ് തുറപ്പിച്ചില്ല. പക്ഷെ ഒരൊറ്റ കാര്യം അവൾ പറഞ്ഞു, അതിൽ കർത്താവിന്റെ കണ്ണ് തുറന്നു. ഈ ഭാഗത്ത് തന്നെ നിൽക്കുമ്പോൾ പഴയ നിയമത്തിൽ ഇതുപോലെ ദൈവത്തിന്റെ കണ്ണ് തുറന്ന ഒരു ഭാഗം നമുക്ക് ദാനിയേലിന്റെ പുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം, ബുക്ക് ഓഫ് ഡാനിയൽ, chapter 3 verses 17 and 18. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 17-ഉം 18-ഉം വാക്യങ്ങൾ. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയുമെങ്കിൽ, യെസ്, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയുമെങ്കിൽ ഈ എരിയുന്ന തീച്ചൂളയിൽ നിന്ന് മാത്രമല്ല, അവൻ നിയമം ഇറക്കിയ രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കുവാൻ കഴിയുമെന്ന് എബ്രായ ബാലകന്മാരായിരുന്ന ചന്ദ്രക്കും മേശക്കും അബേദ്നെഗോവും ഒരു തീരുമാനം എടുത്തു. ആമേൻ. ഈ ദൈവം ഞങ്ങളെ വിടുവിക്കുക മാത്രമല്ല, രാജാവിന്റെ കയ്യിൽ നിന്നും ഞങ്ങളെ വിടുവിക്കും. രണ്ടനർത്ഥം അവൻ ഒളിഞ്ഞിരിക്കുന്നത്. ഒന്ന്, എരിയുന്ന തീച്ചൂള. രണ്ട്, ഈ തീച്ചൂളയിൽ നിന്ന് വിടുവിച്ചാലും രാജാവ് വിടുവിക്കണമെന്നില്ല. പക്ഷെ ഒരൊറ്റ തീരുമാനം എടുത്തു, ചത്താ ചത്തു, ജീവിക്കുവാണെങ്കിൽ ഞങ്ങളുടെ ദൈവത്തിനായി, മരിക്കുവാണെങ്കിലും ഞങ്ങളുടെ കർത്താവിനായി. പറഞ്ഞ കാര്യം എന്നാ അവര്? ആമേൻ. ഈ ഒരു ദൈവം, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയുമെങ്കിൽ ഈ എരിയുന്ന തീച്ചൂളയിൽ നിന്നും മാത്രമല്ല, ഹല്ലേലൂയ, രാജാവിന്റെ കയ്യിൽ നിന്നും ഞങ്ങളെ വിടുവിക്കുന്നത് ആമേൻ ആ ഒരു ദൈവമായിരിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം സമയത്തിന്റെ കുറവുകൊണ്ട് ആമേൻ ഞാൻ ആ ഭാഗത്തിൽ നിന്ന് ആമേൻ പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്നാൽ ആമേൻ ഹല്ലേലൂയ, ഞാൻ ഒരൊറ്റ പദം മാത്രം പറഞ്ഞ് ആ ഭാഗത്ത് നിന്ന് പോകുവാനായിട്ട് ആഗ്രഹിക്കുക. നാം നിൽക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണെങ്കിൽ അവൻ തീയിൽ കൂടെ പോയാലും നാം പുറത്തു വരും. അങ്ങോട്ട് കത്തിയില്ലല്ലേ? നാം നിൽക്കുന്നത് നമ്മുടെ ദൈവത്തിന് വേണ്ടിയാണെങ്കിൽ, അത് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണെങ്കിലും ആ അവസ്ഥയെ മാറ്റിമറിച്ച് അതിൽ നിന്നും വെളിയിൽ കൊണ്ടുവരുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയുമെന്ന്. അത് ദൈവം നമ്മുടെ സാഹചര്യം നോക്കിയല്ല പ്രവർത്തിക്കുന്നത്, നമ്മുടെ കഴിഞ്ഞകാല അനുഭവം നോക്കിയല്ല പ്രവർത്തിക്കുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നു, നീ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന നിന്റെ വിശ്വാസത്തിന്റെ അളവത്രത്തോളം ദൃഢമാണെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ഈ ദൈവം നിന്നെ ഏതവസ്ഥയിലും നിന്നെ വിടുവിക്കുവാൻ കഴിയും. നിന്റെ തലമുറകളെ വിടുവിക്കുന്ന ദൈവം, നിന്റെ കൊച്ചുമക്കളെ വിടുവിക്കുവാൻ കഴിയുന്ന ആ ദൈവം ഇന്ന് പകൽക്കാലം ഇമ്മാനുവേൽ സഭയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പറയുവാൻ കഴിയുന്നു, അവൻ നീ സേവിക്കുന്ന ദൈവം നിന്നെ വിടുവിക്കുക തന്നെ ചെയ്യും. ചന്ദ്രനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും തീയിലിട്ടോ? ഇട്ടു. കൈയും കാലും കെട്ടിയ ഇട്ടത്. പക്ഷെ കൈയും കാലും ഇവരെ 3 പേരെയും ഇട്ടപ്പോഴും ഇടാൻ പോയവർ എന്തായി തീർന്നു? വെന്തുപോയി, കരിഞ്ഞു പോയെന്ന് അവിടെ എഴുതിയേക്കുന്നത്. പക്ഷെ ഇട്ടവൻ എന്ത് ചെയ്യുക? തീയിൽ കൂടി നടക്കുന്നു.
മാത്രമല്ല, രാജാവ് കണ്ട വേറൊരു കാഴ്ചയുണ്ട്. നാലാമന് ദൈവപുത്രനോടൊത്ത ഒരുവനും കൂടെ അവർ കൂട്ടത്തിൽ നടക്കുന്ന ഒരു കാഴ്ച. അവൻ ഞാൻ അങ്ങനെയെങ്കിൽ അതിനെ ഞാൻ എൻ്റെ ചെറിയ ബുദ്ധിയിൽ ഇങ്ങനെ നിങ്ങളോട് പറയാം. അവര് 3 പേരെ തീയിൽ ഇടുന്നതിന് മുമ്പേ നാലാമനായ ദൈവമായിട്ടല്ല കർത്താവ് ഇറങ്ങിയ, ഒന്നാമൻ ആദ്യമേ ഇറങ്ങി. ഹല്ലേലൂയ. എരിയുന്ന തീച്ചൂളയുടെ അവൻ ആ അളവിനെ അങ്ങ് കുറച്ച് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുക. അവൻ അതുകൊണ്ട് അവൻ നമ്മൾ പാടുമ്പോഴൊക്കെ ഇങ്ങനെ പാടും, അവൻ തീച്ചൂളയാണെങ്കിലും കഷ്ടതയാണെങ്കിലും അതിന്റെ നടുവിലും വിടുവിപ്പാൻ ഒരു ദൈവം സർവശക്തനെന്ന് ഇന്ന് പകൽക്കാലം ഇന്ന് രാത്രികാലം നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ കരങ്ങളെ തട്ടി ദൈവത്തോട് പറയുവാൻ സാധിക്കുമോ? എരിയുന്ന തീച്ചൂളയിൽ നിന്ന് മാത്രമല്ല, ഞാൻ കടന്നു പോകുന്ന സാഹചര്യത്തിൽ മാത്രമല്ല, എന്റെ രോഗം അതൊരു വിഷയമല്ല, എന്റെ ശാപം അതൊരു വിഷയമല്ല, എന്റെ ജീവിതത്തിന്റെ ഏത് അവസ്ഥയും പരിഹരിക്കുവാൻ കഴിയുന്ന ഒരുവൻ ഇന്നും എനിക്ക് വേണ്ടി ഉയരത്തിൽ ജീവിക്കുന്നുണ്ട്. ആ ദൈവത്തിന് എന്നെ തീയിൽ നിന്ന് മാത്രമല്ല, ഏത് അവസ്ഥയിൽ നിന്നും എന്നെ വിടുവിക്കുവാൻ സാധിക്കും. ഈ തീജ്വാലയെ നിർമ്മിച്ച ദൈവത്തിന് അറിയത്തില്ലേ അതിന്റെ അവസ്ഥയ്ക്ക് ഭേദം വരുത്തുവാൻ? ജീവിതത്തിൽ രോഗമുണ്ട്, ദുഃഖമുണ്ട്, അവന്റെ ഹാലേലൂയ പ്രയാസങ്ങളുണ്ട്, കഷ്ടതകളുണ്ട്. പക്ഷെ ഒരു കാര്യം ഇന്ന് രാത്രികാലം നമ്മുടെ ഹൃദയത്തിൽ വിശ്വസിക്കണം. കർത്താവ് പറഞ്ഞ ഒരു കാര്യം, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാനോ ലോകത്തെ ജയിച്ചവൻ എന്ന് പറഞ്ഞ ആ ജയാളിയായ കർത്താവിന്റെ അരുമ മക്കളായി ജീവിക്കുവാൻ ഭാഗ്യം ലഭിച്ച നമ്മൾ ദൈവത്തോട് ഇന്ന് രാത്രികാലം ഇങ്ങനെ പറയണം, എന്റെ അവസ്ഥ എന്തായിരുന്നാലും, ഞാൻ കടന്നു പോകുന്ന സാഹചര്യം ഏതായിരുന്നാലും, ആർക്കും പരിഹരിക്കുവാൻ പറ്റാത്ത വിഷയങ്ങളാണേലും എന്റെ ദൈവത്തിന് അത് പരിഹരിക്കുവാനായിട്ട് സാധിക്കും. സഹോദരങ്ങളെ, അപ്പച്ചമാരെ, അമ്മച്ചിമാരെ, അഹരോന്റെ വടിയെ ഒരൊറ്റ രാത്രി കൊണ്ട് തളിർപ്പിച്ച് കിളിർപ്പിച്ച് അതിൽ നിന്ന് ഫലം പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ നമ്മുടെ ഏത് വിഷയത്തെയും പരിഹരിക്കുവാൻ ദൈവത്തിന് സാധിക്കും. ഞാൻ ഇനി എൻ്റെ ജീവിതത്തിലെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് എൻ്റെ പ്രസംഗത്തിന് വിരാമം കുറിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാനൊരു സ്റ്റുഡൻ്റ് ആയിട്ടാണ് 2011 UK വന്നത്. ഞാനൊരു സ്റ്റുഡൻ്റ് ആയിട്ട് നാട്ടിൽ നല്ല ജോലി ഉണ്ടായിരുന്നു. എൻ്റെ ഭാര്യ ഇവിടെ ഇരിപ്പുണ്ട്. അവൻ ഞങ്ങളുടെ വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരുമിച്ചാണ് ഞങ്ങൾ UK വരുന്നത്. 2011 ഞാനൊരു സ്റ്റുഡൻ്റ് ആയിട്ട് പഠിക്കുവാനായിട്ട് UK വന്നു. എൻ്റെ ക്ലാസ്സിൽ 60 പേരുണ്ടായിരുന്നു. ഏകദേശം 57 പേരും അവരുടെ രാജ്യങ്ങളിലേക്ക് തിരികെ കയറിപ്പോയപ്പോൾ ഞങ്ങൾ 3 പേര് ദൈവം അവിടെ നിലനിർത്തി. അതിലൊരാൾ ഞാനായിരുന്നു. വേറെ 2 പേരും, ഞങ്ങൾ 3 പേരും പെന്തിക്കോസ്തുകാരാണ്. പക്ഷെ എന്നാൽ അതിന്റെ നടുവിലും ആദ്യത്തെ വർക്ക് പെർമിറ്റ് ദൈവം എനിക്ക് തന്നു. നിങ്ങൾക്ക് എത്രത്തോളം അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. കാരണം നിങ്ങളൊക്കെ ഫയൽ ചെയ്ത് വന്നവര് അല്ലേ? തന്നെ ജോലി കണ്ടുപിടിച്ച് വന്ന ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? നിങ്ങളെല്ലാം ഫയൽ ചെയ്ത് മതി. കാരണം എൻ്റെ അപ്പൻ്റെ, ഞാൻ ജനിക്കുന്നതിന് മുമ്പേ എൻ്റെ അപ്പനും ചേട്ടനും ഒക്കെ ഈ രാജ്യത്ത് കുടിയേറിയവരാണ്. കഴിഞ്ഞ ദിവസം ആൻറ്റിയോട് ഞാൻ പറഞ്ഞു, എല്ലാവർക്കും ഫയൽ ചെയ്തു. എൻ്റെ അപ്പനും എൻ്റെ അപ്പൻ്റെ പെങ്ങൾക്കും മാത്രം 7 മക്കളായിരുന്നു. അവർക്ക് 2 പേർക്കും ഫയൽ ചെയ്തില്ല. ഇങ്ങനെ പറഞ്ഞു, എൻ്റെ അപ്പനോട് പറഞ്ഞു, നീ അപ്പച്ചനെ അമ്മച്ചയെ നോക്കി നാട്ടിൽ നിന്നോ, നിനക്ക് ആവശ്യമുള്ളത് ഞങ്ങൾ തന്നോളാം, കോൺട്രാക്റ്റ് നോക്കണേ, ബാക്കി എല്ലാവരെയും കൊണ്ടുപോയി. എൻ്റെ അപ്പനോട് പറഞ്ഞു, അപ്പച്ചനെ അമ്മച്ചയെ നോക്കാൻ ആരെങ്കിലും വേണമല്ലോ. വർഷത്തിൽ ഒരിക്കൽ പണ്ട് എയർ ഇന്ത്യയിൽ കയറി വരുന്നത് പോലെ അല്ലല്ലോ, വർഷത്തിൽ അപ്പനെ അമ്മയെ നോക്കാൻ ഒരാൾ വേണ്ട. അതുകൊണ്ട് എൻ്റെ അപ്പനെ എന്തിട്ടു, നാട്ടിൽ അപ്പച്ചനെ അമ്മച്ചയെ നോക്കാനായിട്ട് ഇട്ടു. എന്നാൽ ഞാൻ പറയട്ടെ, അവരെക്കാളും ശ്രേഷ്ഠകരമായിട്ടാണ് ദൈവം എന്നെ നടത്തുന്നത്. എൻ്റെ അപ്പനെ പണ്ട് അമേരിക്കയിൽ കൊണ്ടുവന്നില്ലെങ്കിലും എൻ്റെ അപ്പൻ്റെ ചേട്ടനും അനിയനും ഒക്കെ ന്യൂയോർക്കിലുണ്ട്. എൻ്റെ പാപ്പാടെ പെങ്ങന്മാരും മാവിമാരെല്ലാം ന്യൂ ജേഴ്സിയിലുണ്ട്. ഒരാൾ ടോമിനറിയാം, അവിടെ കഴിഞ്ഞ ദിവസം പോകാനിരുന്നതാണ്. പക്ഷെ എൻ്റെ പപ്പാടെ ചേട്ടൻ പെട്ടെന്ന് മരിച്ചു പോയപ്പോൾ അവര് എല്ലാവരും നാട്ടിലോട്ട് പോയി. ഓസ്റ്റിനിലുണ്ട് ഒരാൾ.
ഞാനിങ്ങനെ വിശ്വസിക്കുക, പണ്ട് കൊണ്ടുവന്നായിരുന്നെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു മർത്തോമ ചർച്ചിൽ കൂടിയൊക്കെ പോയേനെ. പക്ഷെ കൊണ്ടുവരാതിരുന്നത് ദൈവത്തിന്റെ പദ്ധതി. അതുകൊണ്ട് അപ്പൻ അമ്മൻ ഒരു സമയത്ത് പറഞ്ഞു, വീതമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങ് തന്നേക്ക്, ഞാൻ നല്ല സമയത്ത് അങ്ങ് മാറിക്കോളാം എന്ന് പറഞ്ഞപ്പോ വീതം കിട്ടി വന്ന സ്ഥലമാണ് കുമ്പനാട്. ഓതറയാ ഞങ്ങളുടെ സ്വന്തം സ്ഥലം. ഓതറ, തിരുവല്ലക്കടുത്ത് ഓതറ എന്ന് പറഞ്ഞ സ്ഥലം. തിരുവല്ലക്കാർ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഓതറ അറിയാതെ അവിടെ വന്നതും എബി അരൂർ എന്ന് പറഞ്ഞ ഒരു ദൈവദാസനെ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കർത്താവ് വിട്ടു. എൻ്റെ അപ്പനും അമ്മയും ആമേൻ വിശ്വസിച്ചു. ഞാനന്ന് ബാംഗ്ലൂര് ജോലി ചെയ്യുക. എൻ്റെ അടുത്ത് ഫോണിൽ കൂടെ പറഞ്ഞു, എബി എന്ന് പറഞ്ഞ ഒരു പാസ്റ്റർ വീട്ടിൽ വന്നായിരുന്നു, പ്രാർത്ഥിച്ചു. ആമേൻ, ഞങ്ങൾ സ്നാനപ്പെടാൻ പോവാ, നിന്റെ തീരുമാനം തന്നെ. ഞാൻ പറഞ്ഞു, സ്നാനപ്പെടുന്നൊന്നുമില്ല, ഇപ്പൊ നിൽക്കുന്നിടത്ത് നിന്നോളാം. കാരണം അവൻ കുമ്പനാട്ടൊക്കെ നമ്മൾ കണ്ടു വളർന്നത് അവൻ മർത്തോമക്കാരെക്കാളും കഷ്ടമായിട്ടാണ്. പെന്തിക്കോസിന്റെ ഇലക്ഷന് ഇടിവണ്ടി പോലീസ് വരുന്നു, IPCയുടെ ഇലക്ഷൻ പത്രത്തിൽ വാർത്ത വരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു, ഓ അതിനേക്കാളൊക്കെ നല്ലത് ഇവിടെ അങ്ങ് നിന്ന് പോകുന്നത്. പക്ഷെ ഒരു ദിവസം എബി ആയൊരു പാസ്റ്റർ എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് എന്നോട് സംസാരിച്ചു. ആ ദൈവദാസന്റെ പറച്ചിലിൽ ഞാൻ ദൈവസന്നിധിയിൽ എന്നെ തന്നെ വിധേയപ്പെടുത്തി. അതുകൊണ്ടാണ് ഇതും പിടിച്ച് നിങ്ങളുടെ മുമ്പിൽ ദൈവത്തിന്റെ വചനവുമായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, നമ്മുടെ ഏത് അവസ്ഥകളെയും പരിഹരിക്കുവാൻ ദൈവത്തിന് കഴിയും. അങ്ങനെ UK വന്നു. 2013 വർക്ക് പെർമിറ്റ് കിട്ടി. 2015 കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടു. അസംബ്ലീസ് ഓഫ് ഗോഡ് എന്നെ സ്പോൺസർ ചെയ്തു. പഴയ വർക്ക് പെർമിറ്റിൽ നിന്ന് മാറി അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഒരു വർക്കറായിട്ട് ദൈവവചനം പഠിക്കുവാനും അതോടൊപ്പം കർത്താവിന്റെ വേല ചെയ്യുവാനും സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചു. ഞാൻ ചുരുക്കി പറയുകയാണ് എൻ്റെ സാക്ഷ്യം. 2016 ബ്രിസ്റ്റോൾ എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് കർത്താവിന്റെ വേലയുമായിട്ടുള്ള ബന്ധത്തിൽ വന്നു. 5 വർഷം ഒരു മനുഷ്യന് പോലും ചർച്ചിൽ ഉണ്ടായിരുന്നില്ല. 2017 ഒഫീഷ്യലായിട്ട് ചർച്ച് സ്റ്റാർട്ട് ചെയ്തു. 21 വരെ ഒരു മനുഷ്യൻ പോലും ചർച്ചിൽ വന്നില്ല. പക്ഷെ ഒരൊറ്റ സൺഡേ പോലും ഞങ്ങൾ മുടക്കിയില്ല. അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഒരു ബിൽഡിംഗ് ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് തന്ന് ആരാധിക്കാൻ. രാവിലെ അവരും, ഉച്ച കഴിഞ്ഞ് മലയാളം സർവീസ് ഞങ്ങൾ. അതിൻ്റെയൊക്കെ പുറകിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്, പറയുവാൻ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് രത്ന ചുരുക്കത്തിൽ പറഞ്ഞ് അങ്ങ് മുന്നോട്ട് പോട്ടെ. 2021 വരെ ഒരു മനുഷ്യൻ പോലും സഭയിൽ വന്നില്ല. എന്നാലും ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും 2 മണിക്കാണ് ആരാധന. ഫ്ലയറിലൊക്കെ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റർ ഇടാൻ വേണ്ടി പോസ്റ്റർ ഉണ്ടാക്കും. അവൻ 2 മണിക്ക് ആരാധന. ഒരു മനുഷ്യൻ പോലും വരുന്നില്ല. 1:30 ഒക്കെ ആകുമ്പോഴത്തേന് ആലയത്തിൽ വന്ന് അവൻ ഏകദേശം ഇതുപോലെ അവൻ ഒരു 10-100 ചെയറുകളൊക്കെ ഉണ്ട് അവിടെ. അവൻ അതെല്ലാം സ്റ്റാക്ക് ചെയ്ത് വെച്ചേക്കുക. അതിൽ നിന്നൊരു 10 ചെയർ എടുത്തിടും. ഞങ്ങൾ എൻ്റെ ഭാര്യ ഇതുപോലെ മുന്നിലിരിക്കും. ഞാൻ പാട്ട് പാടി തുടങ്ങും. അവള് സാക്ഷി പറയും. ഞാൻ സങ്കീർത്തനം പ്രബോധിപ്പിക്കും. ദൈവവചനത്തിന്റെ ചിന്തയിൽ നിന്ന് പ്രബോധിപ്പിക്കും. വിഷയങ്ങൾക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഇങ്ങനെ മുന്നോട്ട് കടന്നു പോകുമ്പോൾ 2019 N. പീറ്റർ എന്ന് പറയുന്ന ദൈവദാസൻ അവിടെ വന്നു. അങ്ങനെ അദ്ദേഹം വന്നു കഴിഞ്ഞ സമയത്ത് അദ്ദേഹത്തെ ഞാൻ സഭയിലേക്ക് കൊണ്ടുപോകാം. ഞാൻ പോയപ്പോഴേ ഞാൻ പറഞ്ഞു, ആരുമില്ല. ആൻറ്റി N. പീറ്റർ പാസ്റ്ററും അദ്ദേഹത്തിന്റെ വൈഫ്, ഞാൻ, എൻ്റെ വൈഫ്, ഞങ്ങൾ 4 പേരേ ഉള്ളൂ. അപ്പൊ ആ ദൈവദാസൻ പറഞ്ഞു, അതൊന്നും ഒരു കുഴപ്പമില്ല, നമുക്ക് പോയിരുന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അവിടെ പോയിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോ കർത്താവിന്റെ ദാസൻ എന്നോട് പറഞ്ഞ ഒരു ചിന്ത എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. എൻ്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞു, നോക്കിക്കേ, 10-100 ചെയർ പുറയിൽ ഇരിപ്പുണ്ട്. ആകെ 10-12 ചെയർ നിങ്ങൾ എടുത്തിട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഇത് തന്നെ ഞാൻ വേണ്ട, പിന്നെ മടക്കി അങ്ങോട്ട് കയറ്റി വെക്കാം. നല്ല വെയിറ്റ് ഉള്ള ചെയറാണ്. പ്ലാസ്റ്റിക്, നാട്ടിലൊക്കെ നീൽക്കമലായിരുന്ന ഒരു 19 എടുത്തിടായിരുന്നു. ഇത് പ്ലാസ്റ്റിക് ചെയറല്ല, നല്ല വെയിറ്റ് ഉള്ള സ്റ്റീലിന്റെ നല്ല ഇരുമ്പിന്റെ ചെയറാണ്. അപ്പൊ ആ ദേവദാസൻ പറഞ്ഞു, ഞാൻ ഒരു കാര്യം പറയാം, എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞ് N. പീറ്റർ പാസ്റ്റർ പറയുക.
ഞാൻ എൻ്റെ സഭ തുടങ്ങിയ സമയത്ത് ഒരൊറ്റ വ്യക്തി പോലും ഇല്ലായിരുന്നു. വിശ്വാസത്തോടു കൂടി ഞാൻ ഒരു 10-200 ചെയർ മേടിച്ചു. എന്നിട്ട് ചെയർ ഇട്ടു. സഹോദരന്മാരുടെ സൈഡിലും സഹോദരിമാരുടെ സൈഡിലേക്കും ചെയർ ഇട്ടിട്ട് സഹോദരന്മാരുടെ ചെയറിൽ ഓരോ ചെയറിലും കയറിയുന്ന സഹോദരന്മാരുടെ സൈഡിൽ ഞാനും സഹോദരിമാരുടെ സൈഡിൽ അദ്ദേഹത്തിന്റെ വൈഫും ഓരോ ചെയറിലും ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇവിടെ ഇരുന്ന് സൺഡേ സ്കൂൾ പഠിക്കാൻ ഒരു കുഞ്ഞിനെ തരണേ. കർത്താവേ, ഇവിടെ ഇരുന്ന് ആരാധിക്കാൻ, എന്നോടൊപ്പം ആരാധിക്കാൻ ഒരു സഹോദരനെ തരണേ. ഭാര്യ സഹോദരി അതുപോലെ പഠിച്ചു. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഒരു കുഞ്ഞിനെ തരണേ. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഒരു മറ്റൊരു സഹോദരിമാരെ തരണേ. തന്റെ ഭാര്യ സഹോദരി പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, 1 വർഷം തികയുന്നതിനിപ്പുറം ആ കംപ്ലീറ്റ് ചെയറുകളും നിറഞ്ഞു. ഇത് ഞാൻ ഏറ്റെടുത്തു. നമുക്ക് ചെയർ മേടിക്കേണ്ട ആവശ്യമില്ല, എടുത്തങ്ങ് ഇട്ടാൽ മതി. ഞാനും എന്നാലും 100 എണ്ണമൊന്നും എടുത്തിട്ടില്ല. ഇത് തിരിച്ച് മടക്കി വെക്കണമല്ലോ, എത്രയൊന്നും വേണ്ട, കുറച്ചൊക്കെ വരട്ടെ എന്ന് പറഞ്ഞ് ഒരു 10-50 ചെയറൊക്കെ എടുത്തിട്ട് 10-30 ചെയറൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഞാനും ലിൻസിയും ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇവിടെ ഇരുന്ന് കീബോർഡ് വായിക്കാൻ ഒരുത്തനെ തരണേ, സൺഡേ സ്കൂൾ പഠിക്കാൻ കുഞ്ഞിനെ തരണേ. 2021 വരെ വീണ്ടും ഇങ്ങനെ 2 വർഷത്തോളം പ്രാർത്ഥിച്ചു, ആരും വന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൊറോണ വന്നത്. കൊറോണ എല്ലാവരുടെയും ജീവിതത്തിൽ നഷ്ടമായിരുന്നെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ലാഭമായി. നിങ്ങൾ കണ്ടു കാണും, ഒരുത്തൻ ഇതുവഴി ഓടിക്കാടി നടക്കുന്നത്, വേറെ ബിസിനസ് ആയിട്ട് പോയിട്ടുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ പ്രവേശിച്ച് 2009 ഞങ്ങൾ വിവാഹസ്ഥരായതാണ്. ഞങ്ങളുടെ ആദ്യത്തെ കുഞ്ഞ് ഞങ്ങൾക്ക് ജനിക്കുന്നത് 2021 12 വർഷത്തിന് ശേഷം. എൻ്റെ ഭാര്യ അവളെ ഇരുത്തിക്കൊണ്ട് പറയുവാന്ന് നിങ്ങൾ വിചാരിക്കില്ല. ഞാൻ എവിടെ പോയാലും ഞാൻ എൻ്റെ ഈ സാക്ഷ്യം പറയാതെ വചനത്തിൽ നിന്നിരിക്കാറില്ല. അവൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, കർത്താവേ, എനിക്ക് ഭൗതിക സന്താനത്തെ തരുന്നതിനോടൊപ്പം ആത്മീക സന്താനങ്ങളെയും തരണമേ. 2021 തലമുറയും ദൈവം തന്നു. 2020 കൊറോണയൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ലണ്ടനിൽ ആൾക്കാർ വരുന്നു, മാഞ്ചസ്റ്ററിൽ ആൾക്കാർ വരുന്നു, നാട്ടിൽ നിന്ന് നേഴ്സസ്, ലിവർപൂളിൽ വന്നു, കേംബ്രിഡ്ജിൽ വന്നു, എല്ലായിടത്തും വന്നു. ബ്രിസ്റ്റോൾ മാത്രം ഓപ്പൺ ആകുന്നില്ല. ബ്രിസ്റ്റോൾ NHS മാത്രം ഓപ്പൺ ആകുന്നില്ല. നമ്മൾ കർത്താവേ, ഇത് നമ്മളോടുള്ള വെല്ലുവിളിയാണോ എന്ന് നമ്മൾ പല പ്രാവശ്യവും ചോദിച്ചു പോയിട്ടുണ്ട്. പക്ഷെ എന്നാൽ ഞാൻ ചുരുക്കി പറയട്ടെ, ഇന്ന് എല്ലാവരും കൂടെ വരുവാണെങ്കിൽ 75 പേര്, നമ്മുടെ 70-75 ആൾക്കാർ ഇന്ന് ചർച്ചിലുണ്ട്. ഞങ്ങൾ ഒരു കീബോർഡിസ്റ്റിന് വേണ്ടി ആഗ്രഹിച്ചു. ഇന്ന് 2-3 കീബോർഡിസ്റ്റ് ഉണ്ട് ചർച്ചിൽ. ഫുൾ ബാൻഡ്, കീബോർഡ് ഉണ്ട്, ലീഡ് ഉണ്ട്, ബേസ് ഉണ്ട്, ഡ്രം ഉണ്ട്, എല്ലാ സാധനവും കർത്താവ് പ്ലേ ചെയ്യാൻ ആൾക്കാരെയും തന്നു, സാധനങ്ങളും തന്നു. കർത്താവ് വിശ്വസ്തനാണോ? കർത്താവ് വിശ്വസ്തനാണോ? ഞങ്ങൾ അത്ര പെർഫെക്റ്റ് എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല, പക്ഷേ തന്നെ കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായിട്ട് ഇറങ്ങി വരുന്ന ഒരു ദൈവം ഇന്ന് നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ വിശ്വാസത്തിന്റെ ആദ്യപടിയായി ദൈവത്തോട് ഇങ്ങനെ വിളിച്ചു പറയുവാനായിട്ട് സാധിക്കണം. കർത്താവ് നമ്മളോട് പറയുന്നുവെങ്കിൽ, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്. അതേ കർത്താവ് തന്നെ പറയുകയാണ്, വിശ്വാസത്തോടു കൂടി നീ പ്രാർത്ഥനയിൽ എന്തപേക്ഷിച്ചാലും നിനക്ക് അത് കിട്ടും. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 17-18 വാക്യം, അത്തിവൃക്ഷം തളിർക്കത്തില്ല, മുന്തിരിവള്ളിയിൽ മുന്തിരി ഇല്ലെങ്കിലും, ഒലിവ് വൃക്ഷം നിനക്ക് വിളവൊന്നും തന്നില്ലെങ്കിലും, നിന്റെ ആഹാരം ഒന്നും വയലുകളിൽ വിളഞ്ഞില്ലെങ്കിലും, തൊഴുത്തുകൾ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് പെട്ടെന്ന് വായിക്കാമോ? ഉണ്ടാകത്തില്ല. അച്ഛാ, അതിന്റെ ആദ്യം തൊട്ടൊന്ന് വായിച്ചാട്ടെ, 17-18.
എന്നെ വഴി നടത്തുവാൻ സർവശക്തനാണ്. ആ ദൈവത്തിൽ ഞാൻ സന്തോഷിച്ചാൽ, ദൈവത്തിന്റെ വചനം പറയുന്നു, ആ ദൈവത്തിൽ നീ സന്തോഷിച്ചാൽ നിന്റെ കണ്ണ് നനയുവാൻ ദൈവം അനുവദിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ നിനക്ക് രോഗം ഉണ്ടാകത്തില്ലെന്നല്ല, കഷ്ടം ഉണ്ടാകത്തില്ലെന്നല്ല, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകത്തില്ലെന്നല്ല. ഇതിന്റെയൊക്കെ നടുവിലും അവൻ ജയം തരുന്ന ഒരു ദൈവമുണ്ട്. വിശ്വാസത്തോടുകൂടി നിന്നെ വഴി നടത്തുവാൻ സർവശക്തനായ ഒരു ദൈവം ഇന്നും നിനക്ക് വേണ്ടി ജീവിക്കുന്നുവെന്ന് ആ ദൈവത്തിൽ സന്തോഷിച്ചുകൊണ്ട് പറയണം. അതുകൊണ്ട് ഇന്ന് രാവിലെ കാലം ചിന്തിച്ചതുപോലെ ഞാൻ ഇങ്ങനെ പറയട്ടെ, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. ഇതല്ലോ ക്രിസ്തു യേശുവിൽ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ ഇഷ്ടം. അവൻ അതുകൊണ്ട് നാം ഒറ്റപ്പെടുന്നതിന് മുമ്പേ അവൻ ഒറ്റപ്പെട്ടവനായി നമുക്ക് വേണ്ടി ജീവിച്ചവനാ. നാം കഷ്ടത്തിലാകുന്നതിന് മുമ്പേ അവൻ നമുക്ക് വേണ്ടി കഷ്ടത്തിലാകപ്പെട്ടവനാ. നാം നിന്ദിതനായി തീരുന്നതിന് മുമ്പേ അവൻ നമുക്ക് വേണ്ടി നിന്ദിതനായി തീർന്നവനാ. അവൻ നാം പരിഹസിക്കപ്പെടുന്നതിന് മുമ്പേ നമുക്ക് വേണ്ടി അവൻ പരിഹാസപാത്രമായവനാ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഏതവസ്ഥയും മാറ്റിമറിക്കുവാൻ സർവശക്തനായ ഒരു ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട് എന്ന് ഈ ഹൂസ്റ്റണിലുള്ള ദൈവസഭ വിശ്വസിച്ച് ആ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന മക്കളായി തീരുക ഇന്ന് പകൽക്കാലം നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവം ഇങ്ങനെ പറയും, സ്ത്രീയെ നിന്റെ വിശ്വാസം വലുത്. ഈ വിശ്വാസത്തോടു കൂടി ജീവിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ ഇടയാക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. കാലമേറെ ഇല്ല സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് ആകാശമേഘങ്ങളെ വാഹനമാക്കി കടന്നു വരുവാൻ, ഏത് സമയവും താൻ മടങ്ങി വരുവാൻ ആഗതമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മെ തന്നെ വിശ്വാസ ജീവിതത്തിൽ ഒന്ന് ഏൽപ്പിച്ച്, നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഒന്ന് താഴ്ത്തി, ആമേൻ, നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഒന്ന് വിധേയപ്പെടുത്തി നാം ജീവിക്കുന്നുവെങ്കിൽ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ യേശുവിനെ നോക്കി നമ്മുടെ വിശ്വാസ ജീവിതം നാം നയിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം കഷ്ടതയിൽ കൂടി പോയാലും, ബുദ്ധിമുട്ടിൽ കൂടി പോയാലും, പ്രയാസത്തിൽ കൂടി പോയാലും അതിന്റെ നടുവിൽ നമ്മെ വിടുവിക്കുവാൻ സർവശക്തനായ ഒരു ദൈവം ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. ആ ദൈവത്തിൽ പൂർണ്ണ വിശ്വാസമുള്ളവരായി, ആ ദൈവത്തിൽ പൂർണ്ണ ആശ്രയമുള്ളവരായി ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ടാണ് 91-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നത്, നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അതൊന്നും നിന്നോട് അടുത്തു വരാതെ വണ്ണം നിന്നെ പരിപാലിക്കുന്ന, നിന്നെ സൂക്ഷിക്കുന്ന, നിന്നെ കരുതുന്ന അത്യുന്നതനായ ഒരു ദൈവം ഇന്നും ജീവിക്കുന്നുണ്ടെന്നുള്ള ആ ഒരു ഉത്തമ ബോധ്യത്തിൽ ജീവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് വിശ്വാസത്തിൽ മടുപ്പില്ലാത്തവരായി, ആത്മാവിന് എരിവുള്ളവരായി ആ ദൈവത്തെ ആമേൻ വിളിക്കുവാൻ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ വിധേയപ്പെടുത്താം. ഒരു നിമിഷം കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഇന്ന് രാത്രികാലം നാം കേട്ടതുപോലെ അപ്പാ, വിശ്വാസത്തെ ഞങ്ങളെ ഒന്ന് വഴി നടത്തണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഏതൊക്കെ സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോയാലും കർത്താവ് പറഞ്ഞതുപോലെ നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് അന്നാഴികയിൽ തന്നെ അവളുടെ മകൾക്ക് സൗഖ്യം വന്നതുപോലെ ഞങ്ങളുടെ ജീവിതത്തിന്റെ, ഞങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, ഞങ്ങളുടെ ജീവിതത്തിന്റെ രോഗങ്ങൾ, ഭാരങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഇതൊക്കെയും അറിയുന്ന ദൈവമേ, ഞങ്ങളുടെ അവസ്ഥകളെ ഒന്ന് മാറ്റണമേ. അപ്പാ ഹല്ലേലൂയ. പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ഞങ്ങൾക്കൊന്ന് തിരികെ തരണമേ. നിങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ചിട്ട് ആമേൻ, ഇന്ന് രാത്രികാലം ഒരുമിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുമോ? ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. അത്യവൃക്ഷം തളിർത്തില്ലെങ്കിലും, അവൻ ഒഴിവ് ഫലം തന്നില്ലെങ്കിലും, നിലത്ത് നിന്ന് ധാന്യങ്ങൾ വിളഞ്ഞില്ലെങ്കിലും, അവനെങ്കിലും ഞാൻ എന്റെ ദൈവത്തിൽ സന്തോഷിക്കുമെന്ന് അവൻ ഹബക്കൂക്ക് പ്രവാചകൻ പറഞ്ഞതുപോലെ ആമേൻ ഒന്ന് വിട്ടുകൊടുത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ, വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുവാൻ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഒന്ന് ഇടയാക്കട്ടെ. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി നന്ദി പറയുന്നപ്പ, ഞങ്ങളുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ആമേൻ കനാന്യ സ്ത്രീയോട് പറഞ്ഞതുപോലെ ഞങ്ങളുടെ ജീവിതത്തിന്റെ വിശ്വാസത്തിന്റെ അളവിനെ ഒന്ന് വർദ്ധിപ്പിക്കണമേ കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തെയോട് അവിടുന്ന് ഒന്ന് സംസാരിക്കണമേ.
ഒരു സ്പെഷ്യൽ എൻകൗണ്ടർ ഈ രാത്രികാലം ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് തരണമേ. ആമേൻ. ആ നാഴിക മുതൽ ഫ്രം ദാറ്റ് മൂമെന്റ് ഓൺവേർഡ്സ് ആമേൻ അവളുടെ മകൾക്ക് സൗഖ്യം വന്നതുപോലെ എന്നേക്കുമായി അവളുടെ ശാപത്തെ ആമേൻ വർഷങ്ങളായി തുടർന്ന ശാപത്തെ എന്നേക്കുമായി അവളുടെ വിശ്വാസം മൂലം അവൾ മാറ്റിയെങ്കിൽ ഇന്ന് രാത്രികാലം ഞങ്ങളുടെ വിശ്വാസം മൂലം ഞങ്ങൾക്ക് അസാധ്യമായതിനെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഞങ്ങൾ ജീവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് സഹായിക്കണമെന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ വചനം കേൾക്കുവാൻ തന്റെ ജനത്തെ അവിടുന്ന് സഹായിക്കല്ലോ. അപ്പൊ അവിടുന്ന് പറയുവാൻ അടിയനെയും അവിടുന്ന് ബലപ്പെടുത്തിയല്ലോ. കർത്താവെ, ഇന്ന് ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ശിക്ഷാവിധിക്ക് കാരണമാക്കി തീർക്കാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു വിടുതലിനും ആത്മീക അഭിവൃദ്ധിക്കും കാരണമാക്കി സ്വർഗത്തിലെ ദൈവം അവിടുന്ന് മാറ്റണമെന്ന് അടിയൻ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഭയാ കുടുംബങ്ങളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം ചൊല്ലി അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ ബലത്തോടെ ഈ ധൈര്യത്തോടെ അപ്പൊ ദൈവസന്നിധിയിൽ ഒരു പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ നിൽപ്പാൻ ഞങ്ങളെ അവിടുന്ന് ഇടയാക്കണമെന്ന് അടിയൻ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. ബ്ലസ് ചെയ്ത് പിരിയുന്നു യേശുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. അതുകൊണ്ട് കർത്താവ് അവൻ കനാനി സ്ത്രീയോട് പറഞ്ഞു, ഒരു സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. അവൻ ആ വിശ്വാസത്തോടു കൂടി ജീവിപ്പാൻ ഈ അവൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി അവൻ ഞാൻ എനിക്ക് തന്ന സമയത്തിൽ നിന്ന് ഇരുന്നു കൊള്ളുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. മാറാനാഥ. ഇവിടെ കേൾപ്പിച്ച നല്ല വചനത്തിനായി നമുക്ക് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അലക്സ് പാസ്റ്റർ പ്രൈസ് ലോർഡ്. ആമേൻ. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. പാസ്റ്റർ പ്രാർത്ഥിച്ചു. കാരുണ്യവാന്യത്തിനുമായ കർത്താവേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ദൈവസന്നിധിയിൽ കടന്നു വരുവാനിടയാക്കി രാവിലെ സമയം ഞങ്ങൾക്ക് ഒരുമിച്ച് സഭയായിട്ട് കൂടി പ്ലാറ്റ്ഫോമിൽ കൂടെ ദൈവദിനം കേൾക്കുവാൻ പ്രാർത്ഥിപ്പാൻ കർത്താവിനിടയാക്കിയ ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട് സ്തോത്രം. നിന്റെ പ്രതിനെ UK നിന്ന് ഞങ്ങളുടെ മധ്യത്തിലേക്ക് അയച്ചല്ലോ. നിന്റെ ദാസകൾക്കൂടെ കേൾപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട ആലോചനയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും ഞങ്ങളുടെ വിഷമസ്ഥിതിയിൽ ഞങ്ങളെ അറിഞ്ഞ് ആ കനാന്യ സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വരുന്നതിന് മുമ്പ് ആ സുറൈഫിലേക്ക് കർത്താവ് കടന്നു പോയതുപോലെ ഞങ്ങളെ തേടി കർത്താവ് കടന്നു വന്നു. ഞങ്ങളുടെ കുറവുകൾ ബലഹീനതകളുണ്ടെങ്കിലും അതിൻ്റെ അപ്പുറത്ത് ഞങ്ങളുടെ ബലഹീനതകളല്ല കർത്താവ് കണ്ടത്. ഞങ്ങളുടെ ജീവിതത്തിൽ സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്, നിന്റെ ആഗ്രഹം പോലെ, നിന്റെ താല്പര്യം പോലെ നടക്കട്ടെന്ന് പറയുവാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആ കരുണയുള്ള ഹൃദയം നമ്മുടെ മേൽ ചൊരിഞ്ഞതുപോലെ ഇന്ന് സന്ധ്യാസമയത്ത് കടന്നു വന്ന ഞങ്ങളെ തേടി വന്ന കർത്താവ്, ഞങ്ങളുടെ വിഷമാവസ്ഥ അറിഞ്ഞ കർത്താവ് ഞങ്ങളോട് പലപ്പോഴും ഞങ്ങളെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് ചിന്തിക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്തും ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിപ്പാൻ, വിശ്വാസത്തോടെ കർത്താവിൻ്റെ അടുക്കൽ കടന്നു വരുവാൻ ഞങ്ങൾക്കിടയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ ദൈവത്തെയും തമ്മിൽ അകറ്റുന്ന അകൃത്യങ്ങൾ, അനുസരണക്കേടുകൾ, ജീവിതത്തിൽ വരുന്ന പരാജയങ്ങൾ അതെല്ലാം മാറ്റിവെച്ചിട്ട് യേശു ആരാണെന്ന് മനസ്സിലാക്കി. യേശു ദാവീദ് പുത്രനാണല്ലോ, അവൻ കർത്താവാണല്ലോ, ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമാണല്ലോ. അവനാണ് അസാധ്യമായ ഒരു കാര്യവുമില്ല. ഞങ്ങളുടെ ബലഹീനതകളുടെ നടുവിൽ ഞങ്ങളെ സഹായിച്ച്, ഞങ്ങളെ ശക്തീകരിച്ച്, ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തന്ന് സമാധാനത്തോടെ ഞങ്ങളെ പറഞ്ഞയക്കണം. കർത്താവിന്റെ ദാസനെ നീ ബലപ്പെടുത്തിയതിനാണ് സ്തോത്രം. കുടുംബമായ അവര് ഞങ്ങളുടെ മധ്യത്തിലായിരിക്കുമ്പോൾ അവരെ നീ ധാരാളമായിട്ട് അനുഗ്രഹിക്കണം. ബ്രിസ്റ്റലിലുള്ള ദൈവസഭയെ, അവിടെയുള്ള പ്രിയപ്പെട്ടവരെ എല്ലാം കർത്താവിന്റെ കൃപയിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് തന്ന നല്ല അവസരത്തിനായിട്ട് സ്തോത്രം. ഈ പ്രാർത്ഥന ലീഡ് ചെയ്യുവാൻ കർത്താവിന്റെ ദാസൻ അച്ഛനെ നീ ബലപ്പെടുത്തിയതിനായിട്ട് സ്തോത്രം. കർത്താവിന്റെ ദാസനായിരിക്കുന്ന സ്ഥാനത്തും ദൈവത്തിന്റെ കൃപയിലോടുന്ന് പരിപാലിക്കണം. കടന്നു വന്ന എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കുന്നു.
സമാധാനത്തോടെ ഞങ്ങൾ പിരിഞ്ഞു പോകട്ടെ. ഞങ്ങൾ പോകുമ്പോൾ വഴിയിൽ, വാഹനത്തിൽ, ഞങ്ങൾ പാർക്കുന്ന ഭവനങ്ങളിൽ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യവും കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കടന്നു വരാൻ കഴിയാത്തവരുണ്ട്, ഭവനങ്ങളിലായിരിക്കുന്നവരുണ്ട്, സൗഖ്യമില്ലാത്തവരുണ്ട്, യാത്രയിലായിരിക്കുന്നവരുണ്ട്, നാട്ടിലേക്ക് കടന്നു പോയിരിക്കുന്നവരുണ്ട്. അവരെയെല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപയ്ക്കായിട്ട് സ്തോത്രം. ദൈവത്തിൻ്റെ കൃപയിലും ദൈവത്തിൻ്റെ നന്മകളാലും ഞങ്ങളെ നിറച്ച് ഞങ്ങളെ മുന്നോട്ട് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ദൈവമെങ്കിൽ നാളെ രാവിലെ നടക്കുന്ന ആ സ്പെഷ്യൽ മീറ്റിംഗ്, അതുപോലെ നാളെ വൈകിട്ടത്തെ പ്രാർത്ഥന, ഞായറാഴ്ചത്തെ ആരാധന എല്ലാം സുഗ്രാഹ്യവും ദൈവനാമ മഹത്വത്തിനാക്കി തീർക്കട്ടെ. മാനവും മഹത്വത്തേക്ക് തന്നെ ഇരിക്കട്ടെ. കർത്താവിന്റെ സ്ത്രീയുടെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് എടുത്തുള്ളുമാറാകണമേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൂട്ടായ്മയും കാവലും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവം